Hi, Muggles. Hello. Welcome, guys. What's up? എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയല്ലേ? Hi, Muggles. Hello. I hope you can see and you can hear me. Ready ആണോ? തുടങ്ങിയാലോ? സാർ മുടി വെട്ടിയോ? മുടി വെട്ടി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മുടി വെട്ടേണ്ടി വന്നു. സോങ് പൊളി, എന്ത് പൊളി. ഇതല്ല വിശേഷം, അടിപൊളിയായിട്ട് വരുന്നു. 7:03 അല്ലേ? ഇത്ര ആളേ ഉള്ളൂ, 34 ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ചാപ്റ്റർ? എല്ലാവരും വീഡിയോ കണ്ട ആളുകളാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ അഡാപ്റ്റീവിന് വേണ്ടി നമ്മൾ ഇത് അഡാപ്റ്റീവിൻ്റെ കുട്ടികളായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു വന്നവരാണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും വീഡിയോ കണ്ടിട്ടല്ലേ വന്നത്? എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നെയല്ലേ വന്നത്? 51 വീഡിയോ കാണാതെ വന്ന ആൾക്കാരുണ്ട്. വീഡിയോ കാണാതെ എന്തിനും ഇങ്ങോട്ട് വന്ന്? വീഡിയോ കാണണം ശരിക്കും. വീഡിയോയിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, അതിൽ ഫുൾ ടോപ്പിക് ഇല്ലല്ലോ. ഫുൾ ടോപ്പിക് ഉണ്ട് അതിനകത്ത്. ഏത് ടോപ്പിക് ഇല്ലാത്തത്? ഏത് ടോപ്പിക്കാണ് ഇല്ലാത്തത്? നമ്മൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി അഡാപ്റ്റീവ് ബൂസ്റ്റർ ബാച്ച് ആണല്ലോ ഇത്. നിങ്ങളുടെ എക്സാമിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ 3 ക്ലാസ് ഉണ്ടല്ലോ. 2 ക്ലാസ് അല്ല, 4 ക്ലാസ് ഉണ്ട്. ഇല്ല സാറിനോ? നോ, 1 second. I would like to confirm it initially. First of all, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് കേട്ടോ. ലെറ്റ് മീ ഇപ്പം തന്നെ ലൈവ് തന്നെ നമുക്കത് നിങ്ങൾക്ക് മൊത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 2 ക്ലാസ് ഉള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെ ആവില്ലല്ലോ. എന്തായാലും ഐ വിൽ എക്സ്പ്ലെയിൻ യു എവറിഥിങ് ഹിയർ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു കൺഫേം ഇറ്റ്. അവളുടെ തളിരത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ലുക്ക്. ഹലോ രാഹുൽ ജി, മറ്റേ വീഡിയോസ് പോയിട്ടില്ലേ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ ബാക്കി 3 വീഡിയോസ് കുട്ടികൾ പറഞ്ഞ് 2 ക്ലാസ് ഉള്ളൂ 30 മിനിറ്റ് ഉള്ളൂ, 2 ക്ലാസ്സേ ഉള്ളൂ എന്നാണല്ലോ പറയുന്നത് ലൈവില്. എന്നാ ആഡാക്കി? ഇന്നലെ? അപ്പൊ ഇന്നൊരു എടുത്ത് നോക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? ഇപ്പൊ തന്നെ നോക്കി കൺഫേം ചെയ്യാം. ഐ മീൻ ലൈവ്. വി ആർ ഓൺ ലൈവ്. ഞാൻ ലൈവിലാണ് നിനക്ക് കോൾ ചെയ്യുന്നത്, കുട്ടികൾ എടുക്കുന്ന കോൾ ചെയ്യുന്നത്. നീ നോക്ക്, ഇപ്പൊ തന്നെ നോക്ക്, കൺഫേം ചെയ്യ്. എനിക്ക് ഇവരോട് പറയണം. ഓക്കെ, പെട്ടെന്ന് നോക്ക്. ഓക്കെ ശരി. എടാ, നമ്മൾ വീഡിയോ മേ ബി എവിടെയെങ്കിലും സ്റ്റെക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കി കൺഫേം ചെയ്യുന്നതാണ്. ഓക്കെ, സോ എനിവേ 2 ഉള്ളൂ എന്നാണല്ലേ നിങ്ങൾ തറപ്പിച്ച് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം. ശരി. എനിവേ, ശരിക്കും ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഇനിയൊരു 3 വീഡിയോ കിട്ടാൻ കിടക്കുന്നുണ്ട് കേട്ടോ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ എനിവേ കം ഹിയർ. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ലൈക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് അല്ലേ, റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം അല്ലേ. ആനിമൽ കിങ്ഡത്തിലെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ ആണല്ലേ. സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷനിലെ സ്റ്റെപ്പുകളായിരുന്നു നമുക്ക് പഠിക്കാണ്ടായിരുന്നു അല്ലേ. നമുക്ക് 1 second ബഡീസ്. ഓക്കെ, റെസ്പിറേഷനിലെ സ്റ്റെപ്പുകൾ നമുക്ക് മക്കളെ. റെസ്പിറേഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ആദ്യമായിട്ടാവില്ല ഒരാൾ ലൈവിൽ നിന്ന് കോളെല്ലാം ചെയ്യുന്നത്. ഹായ് റിൻഷാദ് പെരി, അതിനകത്ത് AC വർക്ക് ചെയ്യുന്നില്ലടാ. നല്ല ചൂടാണല്ലോ ഇതിനകത്ത്. കൂട്ടിക്കോ, നല്ല കൂട്ടിക്കോ. ഞാൻ തണുത്ത് വിറക്കട്ടെ. കമോൺ. ഈ ലൈവ് കണ്ടാൽ മതിയോ? ഫുൾ ചാപ്റ്റർ റിവിഷൻ ഇന്ന് വീഡിയോ കാണാത്തവർക്ക്. സർ ക്ലിയർ ആയി കാണുന്നില്ല. ഇത് ക്ലിയർ ആയി കാണുന്നില്ല. ഓ മൈ ഗോഡ്, ഇത് ക്ലിയർ ആയി കാണുന്നില്ലെങ്കിൽ ഇയാൾക്ക് എന്തോ നിയർ വിഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത്യാവശ്യം വലുതായിട്ടല്ലേ കാണുന്നത്. ഐ ഡോണ്ട് നോ, എഴുതുന്നത് വ്യക്തമല്ല എന്നാണോ? എടാ, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടല്ലോ. വാട്ട് ആർ ദ 5 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റെസ്പിറേഷൻ? പറഞ്ഞേ. ഒന്നാമത്തെ എന്താ കുട്ടികളെ? ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ. ഓർമ്മയുണ്ടോ? ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ. രണ്ടാമത്തെ എന്താ കുട്ടികളെ? പറഞ്ഞേ. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലേ. എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്
ബിറ്റ്വീൻ ആരുടെയൊക്കെ ഇടയിലാണ്? ബിറ്റ്വീൻ എയർ ആൻഡ് ബ്ലഡ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ആൽവിയോളസ് ആൻഡ് ബ്ലഡ്. അതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ കുട്ടികളെ? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ഏതായിരുന്നു കുട്ടികളെ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ. നിങ്ങൾ പഠിച്ചതാണ്, ഈ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ആരുടെയൊക്കെ ഇടയിലാണ് കുട്ടികളെ? വേഗം പറ. ബിറ്റ്വീൻ. വെരി ഗുഡ്. ബ്ലഡ് ആൻഡ് ടിഷ്യൂ അല്ലേ? ബ്ലഡിൻ്റെയും ടിഷ്യൂൻ്റെയും ഇടയിലാണ്. സർ ഞാൻ അഡാപ്റ്റുള്ള കുട്ടിയല്ല. അഡാപ്റ്റുള്ള കുട്ടി അല്ലെങ്കിൽ അഡാപ്റ്റിൽ ഇല്ലാത്ത മറ്റേ നമ്മളെ വീഡിയോ കണ്ട കുട്ടികളാവുമല്ലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളല്ലേ വീഡിയോയിൽ. വി ഹാവ് ടോട്ട് യു ഓൾ ദീസ് തിങ്സ്. നിങ്ങൾ വീഡിയോ കാണാതെ ഇവിടെ വന്ന് ലൈവിൽ നമ്മൾ മൊത്തം ക്ലാസ് എടുക്കാൻ ലൈവ് 3 hour എടുക്കാൻ പറ്റുമോ? 2.5 hour 3 hour നമ്മൾ വീണ്ടും ലൈവ് അതേ കാര്യം എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ എവർ യു ആർ ഗെറ്റിംഗ് എ വീഡിയോ യു ഷുഡ് വാച്ച് ദാറ്റ് വീഡിയോ. നിങ്ങൾ എന്നോട് പറയും സർ ലുക്ക് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യു ആർ ബൂസ്റ്റർ ബാച്ച് സ്റ്റുഡൻസ്. ഓക്കെ, ബൂസ്റ്റർ ബാച്ച് കുട്ടികളായിരിക്കും. ഇനി ബൂസ്റ്റർ ബാച്ച് അല്ലാതെ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ, ഹൂ എവർ ബി ഇറ്റ്, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട മിനിമം ബേസിക് കാര്യം എന്ന് പറയുന്നത് ഫോളോ അവർ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. യു ജസ്റ്റ് വാച്ച് ദ ക്ലാസ്സസ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആയാലും വാച്ച് ദ ക്ലാസ്സസ്. യു മേ ടെൽ മീ വി ഡോണ്ട് ഹാവ് ടൈം സർ, വി ആർ നോട്ട് ഹാവിങ് ഇനഫ് ടൈം. ഞങ്ങൾക്ക് പറ്റുന്നില്ല സാർ, വി ആർ ഹാവിങ് സ്കൂൾസ്, വി ആർ ഹാവിങ് ദാറ്റ് സ്റ്റഫ് ദോ സ്റ്റഫ്. ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഇനി പരീക്ഷയ്ക്ക് ആകെ കുറച്ച് കാലമേ ഉള്ളൂ. ഈ പരീക്ഷയ്ക്കുള്ള കാലത്ത് എല്ലാ കാലവും നോക്കൂ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി വൺ പേഴ്സണലി. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ മറ്റേ നമ്മളെ എന്താ പറയുക, കിങ്ങിണി സാർ ലൈവിൽ വന്നിട്ട് മക്കളെ നമ്മൾ സെറ്റാക്കാം എന്ന് എപ്പോഴും പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഐ നോ ദ തിങ്സ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പണിയെടുക്കാതെ ഫുൾ ടൈം റിലാക്സ് ആയിരുന്നു കൊണ്ട് ലോകത്ത് ഒരു കോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ഫുൾ ടൈം റിലാക്സ് ആയിരുന്നു കൊണ്ട് ഫുൾ ടൈം നമ്മൾ ഭയങ്കര സുഖത്തിൽ സുഖിച്ചിരുന്നു കൊണ്ട് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇഫ് യു വോണ്ട് മാർക്ക്, നിങ്ങൾക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ 1.5 മാസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കട്ടൊക്കെ ഇരുന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ കളിക്കാൻ പോകണ്ട. നിങ്ങൾ മറ്റ് സമയങ്ങൾക്ക് വെക്കുന്ന സമയം എടുത്തോ. ഒരു ദിവസം 24 മണിക്കൂർ തയ്ച്ചിട്ടുണ്ട്, അതിൽ സ്കൂളിൽ കുറച്ച് സമയമേ പോകുന്നുള്ളൂ. ബാക്കി സമയം എടുത്ത് വീഡിയോ, ഇനിയുള്ള ബാച്ചിൽ നിങ്ങൾക്ക് ഓരോ ദിവസം അപ്ലോഡ് ആക്കി തരുന്ന വീഡിയോ, ആ വീഡിയോ കറക്റ്റ് കാണാൻ പറ്റില്ല. നിങ്ങൾ അന്ന് ചോറ് നീലയിലും കുഴപ്പമില്ല. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ അന്ന് ചോറ് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, അന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കിടന്നുറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആ വീഡിയോ കാണാനുള്ള സമയം നിങ്ങൾ അന്ന് ഉണ്ടാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്നെങ്കിൽ അതൊന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിലും ഒന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്ത് ഓൾ ടുഗദർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈവിലേക്ക് വരേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതിങ്ങനെ എന്താ പറയുക, കുറച്ച് ദേഷ്യത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം അല്ലേ? അതെനിക്ക് പ്രശ്നമല്ല. ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ഇഫ് യു വാണ്ട് മാർക്ക് യു ഷുഡ് ഫോളോ തിങ്സ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? മാർക്ക് കിട്ടൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 2 മിനിറ്റ്, 7:10 ആയിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ ശരി. ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൽ പോയിരുന്നു. എൻ്റെ പെങ്ങൾ പ്രസവിച്ചു. അപ്പോൾ പെങ്ങൾ, എൻ്റെ എല്ലാ പെങ്ങന്മാർക്കും 2 മക്കൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് 3ാമത്തെ പ്രസവിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നാട്ടിൽ പോയി. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആകെ പോയത് എത്രയോ കാലങ്ങൾക്ക് ശേഷം. എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷേ എത്ര അവർ ഉണ്ടാവില്ല, ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്ത് സെറ്റാക്കി തന്നെ നിർത്തും. പക്ഷേ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ നാട്ടിൽ പോയ സമയത്ത് ജസ്റ്റ് ഇന്നലെ വൈകിട്ട് വീട്ടിൽ പോയി, ഇന്ന് അതിരാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് നടന്നിരുന്ന ടീമാണ്. പക്ഷെ ഇന്നലെ നമ്മളവരെ കാണുന്ന സമയത്ത് അന്ന് അവരിരുന്ന പൊസിഷനിൽ നിന്ന് ഇന്ന് അവരെത്രയോ മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറെ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സങ്കടങ്ങളുടെ കാര്യമാണ് നമ്മളോട് പറയുന്നതൊക്കെ. എനിക്ക് ഏകദേശം അവരെ കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മൾ അന്ന് ഒന്നും ഇല്ലാത്തടത്ത് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എത്രയോ കംഫർട്ടായിട്ട്, എത്രയോ സേഫ് ആയിട്ടുള്ള ലൈഫിലൊരു സോണിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ദി തിങ് ഈസ്, നമുക്ക് +1 +2 ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഞാൻ കോഴിക്കോട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഹൈലൈറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറം, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചെടുത്ത്. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫ്ലാറ്റിൽ പണി നടക്കുന്നുണ്ട്.
ഇതേപോലത്തെ ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇങ്ങനെ പണി കണ്ടപ്പോൾ ഓർത്തതാണ്. എടാ ഒരു 6 നിലയുള്ള ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇവർ തേക്കുകയാണ്, തേപ്പില്ലേ, പ്ലാസ്റ്ററിങ്, സിമെൻറ്റ് പ്ലാസ്റ്ററിങ്. 6 നിലയുള്ള ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് 2 പലക ഇട്ടിട്ട് ആ പലകമ നിന്നിട്ടാണ് രാവിലെ 9 മണി മുതൽ, കേട്ടോ നിങ്ങൾ, രാവിലെ 9 മണിയോ 8 മണിയോ മുതൽ ഇവന്മാർ വൈകിട്ട് 4 മണി വരെ കൊടും ചൂടത്ത് ഇത്രയും ഹൈറ്റിൽ അവർ നിൽക്കുന്ന ആ പ്ലെയിന് നിങ്ങൾ 2 പലക, വെറും 2 പലകയിട്ട് ആ പലകപ്പുറത്ത് നിന്നിട്ടാണ് തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ പെയിന്റ് അടിക്കാൻ പോകുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പരിപാടി ചെയ്യുന്നത്. എടാ ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിച്ചു, പഠിക്കുക എന്നുള്ളത് പഠിപ്പിനോളം സുഖമുള്ള വേറൊരു പണിയില്ല. ബിലീവ് മീ, പഠിക്കുക എന്നുള്ളതിനോളം സുഖമുള്ള വേറെ ഒരു പരിപാടിയില്ല. ഓക്കെ, ഇവർ അത്രയും കഷ്ടപ്പെട്ടാലും ദിവസം വൈകുന്നേരം ആകുമ്പോൾ അവരെ കൈ കിട്ടൽ ചിലപ്പോൾ 1000 രൂപ, അത് കിട്ടിയാൽ കിട്ടി. എടാ നിങ്ങൾക്ക് മണിക്കൂറിനും അരമണിക്കൂറിനും 10 മിനിറ്റിനും ആ പൈസ ഉണ്ടാക്കാൻ പറ്റും. യു ക്യാൻ എൻജോയ് യുവർ ലൈഫ് അറ്റ് ദ മാക്സിമം. ദ ഓൺലി തിങ് ഈസ് ഇപ്പം പഠിക്കണം. പഠിക്കുക എന്നുള്ളതിനേക്കാളും ലൈഫ് സെറ്റാക്കാൻ പറ്റിയ നന്നായി പഠിക്കണം. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, എന്തിനെങ്കിലും വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതിനോളം നല്ലൊരു പണിയില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇപ്പം നിങ്ങൾ എന്തൊക്കെ അടിച്ചു പൊളിച്ചോ, ഇപ്പം നിങ്ങൾ എന്താ പറയുക, എത്ര ഫ്രീക്കന്മാരായിട്ട് നടന്നോ, ഫ്രീക്കത്തികളായിട്ട് നടന്നോ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ട് നടന്നോ, ഭയങ്കര ഫ്രീക്ക് ഡ്രസ്സ് ഇട്ടിട്ട് യോ ആയിട്ട് കുറേ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നോ, കുറേ അങ്ങനെ നടന്നോ ഇങ്ങനെ നടന്നോ, കമൻറ്റ് ബോക്സിൽ വേറെ കുറേ സാധനങ്ങൾ ലൈവിൻ്റെ ഇടയ്ക്ക് ഇട്ടോളൂ. ദാറ്റ് നെവർ ലുക്ക്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ യുവർ ലൈഫ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ബിലീവ് മീ. ഓക്കെ, സോ ഇനി ഒരു മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ശരിക്കും പഠിക്കല്ലാതെ അഡാപ്റ്റീവ് എടുത്തിട്ടോ, ബൂസ്റ്റർ എടുത്തിട്ടോ, എജുപോർട്ട് എടുത്തിട്ടോ, ഇനി അതല്ല ദൈവം തമ്പുരാനെ നേരിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ട്യൂഷൻ എടുപ്പിച്ചിട്ടോ, യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് എനി സ്റ്റഫ്. ഓക്കെ, അപ്പോൾ പഠിച്ചാലേ പരിപാടി നടക്കുള്ളൂ. നിങ്ങളെല്ലാവരും പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഞാൻ നിങ്ങളുടെ പേഴ്സണലി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ ഇനിയും പഠിക്കാൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ, റിലാക്സ് ആയി പോകാനാണ് പ്ലാനെങ്കിൽ, നല്ല അടപടല അബദ്ധമാവും കേട്ടോ. ഓക്കെ, നിങ്ങളാരും അബദ്ധമാവാതിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടട്ടെ. ഇനിയും പോസിബിലിറ്റി ഉള്ളവരാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസവും ഞാൻ അതൊക്കെ പ്രസംഗിക്കും. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പം സമയമുണ്ട്, ഇനഫ് ടൈം ഉണ്ട്. 1 month ഈസ് മോർ ദാൻ ഇനഫ്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. 1 monthൻ്റെ മുകളിൽ ഏകദേശം കിട്ടും നിങ്ങൾക്ക്. ബട്ട് ദ തിങ് ഈസ്, ഇപ്പം തുടങ്ങണം. ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈഫ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ഓർക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലൊരിക്കൽ ഈ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ വന്നു. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കക്കൂസ് മാലിന്യത്തിൻ്റെ ടാങ്ക്. അതിന് ഇഷ്യൂ വന്നിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അണ്ണന്മാരെ കൊടുന്നു. ആ പാവങ്ങൾ എല്ലാ ദിവസവും ഈ പണി എടുക്കുന്നവരാണ്. അവർക്ക് അതൊരു പ്രശ്നമല്ല. ദേ ആർ അഡാപ്റ്റഡ് ടു ദാറ്റ്. ഹ്യൂമൻസ് ആർ ക്രിയേറ്റഡ് ടു അഡാപ്റ്റ്. നമ്മൾ എന്ത് പൊട്ട ജീവിതമാണെങ്കിലും നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവും. എത്ര കഷ്ടപ്പെട്ട ജീവിതമാണ് നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഓപ്പർച്യൂണിറ്റികൾ കിട്ടാതെ, ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടാതെ അങ്ങനെ ആയി പോകണം ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് പരിതപിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ലോകത്ത് എല്ലാവർക്കും നല്ല ജീവിതം കിട്ടട്ടെ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളങ്ങനെ അഡാപ്റ്റ് ആയിട്ട് എന്തെങ്കിലും ജീവിതം നയിച്ചാൽ പോരാ. യു ഷുഡ് ഗെറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈഫ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. ഐ ആം റിയലി സോറി എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ബട്ട് ദിസ് ഈസ് റിയാലിറ്റി കേട്ടോ. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പോ അതിൽ കാണുന്ന ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഭയങ്കര ആളാവലോ വെറുതെ ഇങ്ങനെ പൊട്ടിത്തെറികളോ ഇതൊന്നുമല്ല. റിയാലിറ്റി ഈസ് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. പക്ഷേ യു കാൺ ചേഞ്ച് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ലുക്ക്, നമ്മുടെ 5 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്തായിരുന്നു? നമ്പർ വൺ എന്താ? ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ അല്ലേ. നമ്മൾ ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഇൻസ്പയർ ചെയ്തെടുക്കുന്ന ആ എയർ നോക്കൂ നേരെ ആൽവിയോളസിലേക്ക് എത്തും. നമ്മൾ ഇൻസ്പയർ ചെയ്തെടുക്കുന്ന ആ എയർ ആൽവിയോളസിലേക്ക് എത്തും. ആ എയറിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് പോകും. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ആൽവിയോളസ് അല്ലേ. അല്ലെങ്കിൽ ആൽവിയോളസിലേക്ക് നമ്മൾ ശ്വസിച്ചെടുക്കുന്ന എയർ ഉണ്ട്. ആ എയറും ബ്ലഡും തമ്മിൽ ഈ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ആണ്. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു കുട്ടികളെ? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ത്രൂ ബ്ലഡ്. ബ്ലഡിലൂടെ നോക്കൂ, ബ്ലഡിലേക്ക് എത്തുന്ന ഓക്സിജൻ ബ്ലഡിലൂടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലങ്ങിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ ഇങ്ങോട്ടേക്ക് എത്തണം, ലങ്ങിലേക്ക് എത്തണം. ലങ്ങിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലൂടെ പോവുകയും വേണം. സോ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ത്രൂ ബ്ലഡ്. അടുത്ത എന്താ കുട്ടികളെ? അങ്ങനെ ബ്ലഡിലൂടെ സഞ്ചരിച്ചിട്ട് നോക്കൂ, അങ്ങനെ ബ്ലഡിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ഓരോ ടിഷ്യൂകളിലേക്ക് അല്ലെങ്കിൽ ഓരോ കോശങ്ങളും ഇരിക്കുന്ന ഭാഗത്തേക്ക് ആരെത്തുന്നുണ്ട്? ഓക്സിജൻ എത്തുന്നുണ്ട്. ആ ഓക്സിജൻ ബ്ലഡിൽ നിന്ന് ടിഷ്യൂകളിലേക്ക്, ഞാൻ ഈ ചതുരത്തിൽ കാണിച്ച നിങ്ങളുടെ ടിഷ്യൂ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കോശമാണ്.
കോശത്തിലേക്ക് ഓക്സിജൻ കയറി പോകണം, അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ടേക്കും വരണം അല്ലേ. സോ ദാറ്റ് ഈസ് അവർ 4th സ്റ്റെപ്പ്. 5th സ്റ്റെപ്പ് എന്താ? സെല്ലുകൾ നോക്കൂ, ഇത് ഒരു സെല്ലാണെങ്കിൽ, ഒരു കോശമാണെങ്കിൽ സെല്ലുകൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് സെല്ലുകൾക്ക് ഓക്സിജൻ വേണ്ടത്. സോ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ സെൽസ് ടു ബ്രേക്ക് ഡൗൺ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് സെൽസ് വിൽ ഗെറ്റ് എനർജി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ മക്കളെ? സോ ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് വാസ് അവർ 5th സ്റ്റെപ്പ്. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലേ. സോ ദീസ് ആർ ദ 5 സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം പഠിക്കണം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ പഠിക്കണം. റെസ്പിറേഷനിലെ സ്റ്റെപ്പുകളാണ് പിന്നെ ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കാനുള്ളത്. ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം എന്താണ്, ഈ ഗ്യാസ് എക്സ്ചേഞ്ച്, നമ്മൾ ഈ പറഞ്ഞ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ഇത് നടക്കുന്ന മെക്കാനിസം എന്താണ്, ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, എങ്ങനെയാണ് ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫൈനലി സം ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കുറച്ച് ഡിസോർഡറുകളും ആൻഡ് ഹൗ ദ റെസ്പിറേഷൻ ഈസ് റെഗുലേറ്റഡ്. നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ ശ്വസിക്കും, ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞ് ശ്വസിക്കും. അപ്പോൾ നമ്മുടെ ഈ റെസ്പിറേഷൻ്റെ സ്പീഡും മറ്റുമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ 7:20 നമ്മൾ അടുത്തൊരു കുറച്ച് സമയത്തിനകത്ത് തന്നെ ഐ വിൽ ടീച്ച് യു എവറിത്തിങ്. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണെങ്കിൽ കുറച്ച് ലവ് സിമ്പിൾ ഇട്ടെ. രാഹുൽ സി വാട്ട് ഹാപ്പൻഡ്? റെഡി ആയോ? എന്താ സംഭവം? ആഡ് ആക്കാൻ വിട്ടുപോയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ എന്ന് കിട്ടും ആ വീഡിയോസ്? ഇപ്പം ആഡ് ആക്കും, ഉറപ്പാണല്ലോ? ലൈവ് കഴിഞ്ഞ ഉടനെ ആഡ് ആക്കും. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ആഡ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ശരി. ബഡീസ് ഓക്കെ, ഞാൻ ഏത്തിട്ടിരിക്കുന്നു. അത് ആഡ് ആക്കാൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴേ ഞാൻ ജസ്റ്റ് 2 പാർട്ട് ആദ്യം റെക്കോർഡ് ചെയ്തു, പിന്നെ ബാക്കി റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അവർ ആ 2 പാർട്ടേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്നുള്ള നിലക്ക്. നമ്മളിപ്പോൾ സ്റ്റാഫ് എല്ലാവരും ബയോളജി പഠിച്ചവരാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. റിയലി സോറി, ഐ ബെഗ് യുവർ പാഡൻ, റിയലി സോറി ഫോർ ദാറ്റ്. അതെന്തായാലും ഇപ്പം നമ്മുടെ ലൈവ് കഴിയുമ്പോഴത്തേക്ക് ആഡ് ആവും. ഞാൻ അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടാണ് ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാക്കി ഭാഗം. അപ്പോൾ എൻ്റെ കുട്ടികൾ പോയിട്ട് ആ വീഡിയോ ആ ബാക്കി ഭാഗം ഒന്ന് കാണണം കേട്ടോ. ഓക്കെ സാർ, ഇനി പഠിച്ച 500+ കിട്ടുമോ? ഞാൻ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ സാധാ ബോർഡ് എക്സാം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നീറ്റുകാരെ പറ്റി ഞാൻ പറയും എക്സാം തുടക്കം മുതൽ +1 തുടങ്ങുന്ന അന്ന് മുതൽ പഠിക്കണം എന്ന്. ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഫുൾ മാർക്ക് കിട്ടാൻ ലാസ്റ്റ് ഒരു മാസം പഠിച്ചാലും മതി. ഒരു മാസവും ശരിക്കും വേണ്ട, ഒരു 3 ആഴ്ചയൊക്കെ കുത്തി നിങ്ങളെ ലെവലിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ചിലർക്ക് ചിലപ്പോൾ 4-10 വട്ടം വായിക്കേണ്ട ഒരു ചാപ്റ്റർ. ആവറേജ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു എബവ് ആവറേജ്, ഒരു ഇത്തിരിയുടെ എബവ് ആവറേജ് ആളാണെങ്കിൽ 3 ആഴ്ച പോലും തേച്ച് വേണ്ട ശരിക്കും ഫുൾ മാർക്ക് കിട്ടാൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 500+ കിട്ടുമോ? കഴിയുന്നു, ഫുള്ള് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. റെഡി? അപ്പോൾ ഇനി റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം. ഇത് നമ്മൾ ഓൾറെഡി ആനിമൽ കിങ്ഡം ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യമാണ് അല്ലേ. നമുക്കറിയാം അനലിഡയെ റെസ്പിറേഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താ? അനലിഡയെ റെസ്പിറേഷന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താ? ഇത് അനലിഡയാണെങ്കിൽ അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു മോയിസ്റ്റ് ലെയർ ഉണ്ട്. ദിസ് മോയിസ്റ്റ് ലെയർ ഈസ് കോൾഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ. മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നനവുള്ള ഒരു ക്യൂട്ടിക്കിൾ ലെയർ ഉണ്ട്. അതിൻ്റെ സഹായത്തോടെയാണ് അനലിഡയുടെ റെസ്പിറേഷൻ നടക്കുന്നത് അല്ലേ. നൗ ആർത്രോപോഡയുടെ റെസ്പിറേറ്ററി സ്ട്രക്ചറുകൾ ഏതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഗിൽസ്, ബുക്ക് ഗിൽസ്, പിന്നെ വേഗം പറ, ബുക്ക് ലങ്സ് ഉണ്ട്, പിന്നെ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്, ട്രക്കിയൽ സിസ്റ്റം ഉണ്ട് അല്ലേ. അതിൽ നോക്കൂ, ഈ ട്രക്കിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർത്രോപോഡ ഗ്രൂപ്പിൽ ഒരുപാട് ജീവികൾ ഉൾപ്പെടുന്നുണ്ട്. ആർത്രോപോഡയിലെ ഇൻസെക്റ്റുകളുടെ റെസ്പിറേറ്ററി സ്ട്രക്ചറാണ് ട്രക്കിയൽ സിസ്റ്റം. ഇൻസെക്റ്റുകളുടെ റെസ്പിറേറ്ററി സ്ട്രക്ചറാണ് ഇത് ട്രക്കിയൽ സിസ്റ്റം. സെറ്റ് അല്ലേ? ഇനി മൊളസ്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗിൽസ് ആണ് മൊളസ്കകളെ റെസ്പിറേഷന് സഹായിക്കുന്നതും എക്സ്ക്രീഷന് സഹായിക്കുന്നതും അല്ലേ. രണ്ടും ഗിൽസ് ആണ്. ഇനി നമ്മൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോർഡേറ്റ. കോർഡേറ്റയിലെ ഫിഷസ് എന്താ യൂസ് ചെയ്യുന്നത് കുട്ടികളെ? ഫിഷസ് യൂസ് ദെയർ ഗിൽസ്. ശരിയാണല്ലോ. നൗ ആംഫീബിയകളുടെ പ്രത്യേകത എന്താ? ദേ ക്യാൻ യൂസ് ഗിൽസ്. അവരുടെ കൂട്ടത്തിൽ ഗിൽസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ലങ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഈവൻ സ്കിൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഇതാണ് ആംഫീബിയകളുടെ പ്രത്യേകത. ഇനി റെപ്റ്റൈല്, ബേർഡ്, മാമല് അല്ലേ. നമ്മൾ 3 ആളുകളുടെയും റെസ്പിറേറ്ററി സ്ട്രക്ചർ എന്താ കുട്ടികളെ? വി ആർ യൂസിങ്
ലങ്സ് അല്ലേ, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ലങ്സ് ആണ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താ, ലങ്സ് ഉപയോഗിച്ചിട്ടുള്ള റെസ്പിറേഷൻ നമ്മളൊരു സ്പെഷ്യൽ പേര് പറയുമല്ലോ മക്കളെ, പറഞ്ഞേ. ലങ്സ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, പൾമണറി റെസ്പിറേഷൻ അല്ലേ, പൾമണറി റെസ്പിറേഷൻ എന്നാണ് ലങ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷനെ പറയുന്ന പേര്. സാർ ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമെന്ന്. എടാ 5 മിനിറ്റ് മുന്നേ ഇതല്ലേ പറഞ്ഞു, നീ പഠിച്ച ഫുൾ A+, ഫുൾ മാർക്ക് കിട്ടും. വാട്ട് ഫുൾ A+? ഫുൾ മാർക്ക്, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, നൗ ഇനി പഠിക്കണം, ഇനി റിലാക്സ് ചെയ്താൽ കിട്ടൂല, പഠിക്കണം. ഓക്കെ, പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ പറ്റാത്ത കാര്യം. ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, മോട്ടിവേറ്റഡ് ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാൻ നമുക്ക് തീരെ ഇഷ്ടമല്ല. പഠിച്ചാൽ ഇനി അങ്ങോട്ട് കട്ടക്ക് പഠിച്ചാൽ കിട്ടും, ബിലീവ് മീ. ഓക്കെ, നൗ സ്കിൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ നമ്മൾ എന്താ വിളിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അർത്ഥം, വായിക്കുക എന്നല്ല. ലുക്ക് പഠിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? പഠിക്കുക, വായിക്കുക എന്നല്ല. എന്താ പഠിക്കുക പറഞ്ഞാൽ നമ്മളെ തലയിൽ അത് വേണം. പഠിച്ച് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ടേ, ഒരു തവണ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓർക്കുകയാണ് ഈ ചാപ്റ്ററിൽ യെസ് റെസ്പിറേഷൻ ബൈ ഗിൽസ് ഈസ് കോൾഡ്. അതിന്റെ പേരെന്താന്ന് ഓർമ്മയില്ലെങ്കിൽ യു ഹാവ് ഇൻ സ്റ്റഡീഡ്, യു ജസ്റ്റ് ഹാവ് റീഡ് ഇറ്റ്. വായിച്ചിട്ടുണ്ട്, ബട്ട് യു ഹാവ് ഇൻ സ്റ്റഡീഡ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ വായിച്ചാലാണ് അത് ഓർമ്മയിൽ നിൽക്കുക, അത്രയും തവണ വായിച്ചിരിക്കണം ഒരു ഇരുത്തത്തിൽ, അപ്പോഴാണ് പഠിച്ചു എന്ന് പറയാം. യു ഗോട്ട് ഇറ്റ്? അങ്ങനെ പഠിക്കണം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സ്കിൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. നൗ ഗിൽസ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ നമ്മൾ എന്താ വിളിക്കുക? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ബ്രാങ്കിയൽ റെസ്പിറേഷൻ അല്ലേ. ഇതൊക്കെ ചോദിക്കാനും പോസിബിലിറ്റീസ് ഉണ്ട്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഗിൽസ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ നമ്മൾ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. നൗ അപ്പോൾ ഈ കാര്യങ്ങൾ ഇവർ സാധാരണ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിനകത്ത് നിന്ന്. നൗ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി പാസേജ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ റെസ്പിറേറ്ററി പാസേജ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ എന്താ ഇത്? യാസ്, അവർ ടങ്കൊക്കെയുള്ള ഭാഗം അല്ലേ. ഓക്കെ, ഗുഡ്, യു ഗോട്ട് ഇറ്റ്? ഓക്കെ, നൗ ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. വാട്ട് ഈസ് ദിസ്? എക്സ്റ്റേണൽ നോസ്ട്രിൽ. ഓർമ്മയുണ്ടാ? എക്സ്റ്റേണൽ നോസ്ട്രിൽ അല്ലേ. അത് കഴിഞ്ഞാൽ ഒരു പാസേജ് ഉണ്ട്. എന്താ ഇതിനെ വിളിക്കുക? വേഗം പറ. നാസൽ പാസേജ് അല്ലേ, നാസൽ പാസേജ്. ആ പാസേജ് ലീഡ് ടു എ ചേംബർ ആൻഡ് ദിസ് ഈസ് കോൾഡ് നെയ്സൽ ചേംബർ. ആണോ മക്കളെ? നെയ്സൽ ചേംബർ. ആൻഡ് ദിസ് നെയ്സൽ ചേംബർ ലീഡ് ടു എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ അല്ലേ. ഈ നെയ്സൽ ചേംബർ നേരെ ഒരു കോമൺ പാസേജിലേക്കാണ് ഫോർ ഫുഡ് ആൻഡ് എയർ, ഫുഡിനും എയറിനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ പാസേജിലേക്കാണ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫാരിങ്സ്. എന്താ വിളിക്കുക? ഫാരിങ്സ്. നൗ ഫാരിങ്സിൽ 2 ഓപ്പണിംഗ് ഉണ്ട്. ഫ്രണ്ടിലുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, ഗ്ലോട്ടിസ് അല്ലേ, ഗ്ലോട്ടിസ്. നോക്ക്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഗ്ലോട്ടിസിലൂടെയാണ് ഇനി നമ്മുടെ ലങ്ങിലേക്ക് എയർ പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഗ്ലോട്ടിസിലേക്ക് പോവരുത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. വാട്ട് ഈസ് ദാറ്റ്? എപ്പിഗ്ലോട്ടിസ്. ആണോ മക്കളെ? എപ്പിഗ്ലോട്ടിസ് എന്നാണല്ലേ വിളിക്കുക. നോക്കൂ, നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ്? ഇറ്റ് പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ഗ്ലോട്ടിസ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗ്ലോട്ടിസിലോട്ട് ഫുഡ് എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? എപ്പിഗ്ലോട്ടിസ്. ക്ലിയർ അല്ലേ? ഫുഡ് ഒരിക്കലും ഇങ്ങോട്ട് കയറി പോകരുത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് വന്നിട്ട് ഗ്ലോട്ടിസിനെ കവർ ചെയ്യും. അപ്പോൾ ഫുഡ് ഒരിക്കലും ഗ്ലോട്ടിസിലേക്ക് കയറി പോകില്ല. സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്കളെ? കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കാർട്ടിലേജിനസ് സ്ട്രക്ചർ അല്ലെ, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചർ ആണ്. റെഡി അല്ലേ മക്കളെ? ഇറ്റ് ഈസ് എ കാർട്ടിലേജിനസ് സ്ട്രക്ചർ. അത്രയും പോയിന്റ് ഓർത്താൽ മതി. അയാളുടെ പണി എന്താണ്, എന്തുകൊണ്ടാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. ഇനി ഗ്ലോട്ടിസ് കഴിഞ്ഞ അടുത്ത ഭാഗം ഏതാ മക്കളെ? ഗ്ലോട്ടിസ് കഴിഞ്ഞ അടുത്ത ഭാഗം ലാരിങ്സ് അല്ലെ. ദിസ് പാർട്ട് ഈസ് കോൾഡ് ലാരിങ്സ്. ലാരിങ്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്ന് വിളിക്കും അല്ലെ. സൗണ്ട് ബോക്സ് എന്തിനെ സഹായിക്കുന്നത്? സൗണ്ട് ഉണ്ടാക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. ദാറ്റ് ലീഡ് ടു നെക്സ്റ്റ് പാർട്ട് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ട്രക്കിയ. ഇതല്ലേ മക്കളെ? ട്രക്കിയ അല്ലെ. ദാറ്റ് ലീഡ് ടു ട്രക്കിയ. ട്രക്കിയ 2 ബ്രാഞ്ചുകളാകുന്നു. ഏതൊക്കെയായിരുന്നു കുട്ടികളെ ബ്രാഞ്ച്? പ്രൈമറി ബ്രോങ്കസ് എന്നല്ലേ വിളിക്കുക നമ്മൾ ഈ ബ്രാഞ്ചിനെ? പ്രൈമറി ബ്രോങ്കസ് എന്നാണ് വിളിക്കുക. പ്രൈമറി ബ്രോങ്കസ് ഓക്കെ, പ്രൈമറി ബ്രോങ്കസ് വീണ്ടും 2 ബ്രാഞ്ചായിട്ട്, ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് മാറും. നമുക്ക് തൽക്കാലം 2 ബ്രാഞ്ച് ഇവിടെ കാണിക്കാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ബ്രോങ്കസ് അല്ലേ. സെക്കൻഡറി ബ്രോങ്കസ്, നിങ്ങൾ സെക്കൻഡറി തന്നെ എഴുതണേ. സെക്കൻഡറി ബ്രോങ്കസ് വീണ്ടും ബ്രാഞ്ചുകളായിട്ട് മാറും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ടേർഷ്യറി ബ്രോങ്കസ്. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? ടേർഷ്യറി ബ്രോങ്കസ് എന്ന് വിളിച്ചത്. ടേർഷ്യറി ബ്രോങ്കസ് വീണ്ടും ബ്രാഞ്ചുകളായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇനീഷ്യൽ ബ്രോങ്കിയോൾ. ആണോ മക്കളെ? ഇനീഷ്യൽ ബ്രോങ്കിയോൾ എന്ന് വിളിക്കും. ഇനീഷ്യൽ ബ്രോങ്കിയോൾ വീണ്ടും ബ്രാഞ്ചുകളായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടെർമിനൽ ബ്രോങ്കിയോൾ. എന്താണ് ടെർമിനൽ ബ്രോങ്കിയോൾ? അപ്പോൾ നോക്ക്, ട്രക്കിയ,
പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷ്യറി. 3 ബ്രോങ്കസുകൾ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പിന്നെ 2 ബ്രോങ്കിയോളുകൾ, ഇനീഷ്യൽ ബ്രോങ്കിയോൾ, ടെർമിനൽ ബ്രോങ്കിയോൾ. ഇനി നോക്കൂ മക്കളെ, ഈ ഓരോ ടെർമിനൽ ബ്രോങ്കിയോളിലേക്കും കണക്റ്റ് ആയിക്കൊണ്ട് ഒരുപാട് ഇങ്ങനെ ബാഗ് പോലത്തെ സ്ട്രക്ചറുകൾ ഉണ്ട്. ഓരോ ടെർമിനൽ ബ്രോങ്കിയോളിലേക്കും കണക്റ്റ് ആയിക്കൊണ്ട് അനേകം ബാഗ് പോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ട്. ആൻഡ് ദേ ആർ കോൾഡ് ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളൈ. അതിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് വിളിക്കും. നോക്ക്, ആൽവിയോളസ് ആണ് സിംഗുലർ. ആൽവിയോളൈ എന്താണ് മക്കളെ? പ്ലൂരൽ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നൗ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഈ ഒരു പാസേജ്. നോക്കൂ, ഒന്നുകൂടെ പറഞ്ഞേ. വി ഹാവ് എക്സ്റ്റേണൽ നോസ്ട്രിൽ അല്ലെ, ഈ ഓപ്പണിംഗ്. അത് കഴിഞ്ഞാൽ നാസൽ പാസേജ്, അത് കഴിഞ്ഞാൽ നാസൽ ചേംബർ. ആ നെയ്സൽ ചേംബർ, ക്യാൻ യു സീ ദിസ് നെയ്സൽ ചേംബർ ഇതെവിടെ? ഓക്കെ, ആ നെയ്സൽ ചേംബർ ഇതെവിടെ? നെയ്സൽ ചേംബർ ഓപ്പൺ ടു എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ, ദാറ്റ് ഈസ് കോൾഡ് ഫാരിങ്സ്. ദാറ്റ് ലീഡ് ടു അടുത്ത ഭാഗം ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിന്റെ മുകളിൽ എന്തുണ്ട്? എപ്പി ഗ്ലോട്ടിസ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ആൻഡ് ദാറ്റ് ലീഡ് ടു ലാരിങ്സ് ഓർ സൗണ്ട് ബോക്സ്, നമ്മളെ സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഭാഗം. ദാറ്റ് ലീഡ് ടു ട്രക്കിയ. ആൻഡ് ദെൻ വി ഹാവ് പ്രൈമറി ബ്രോങ്കസ്, അത് കഴിഞ്ഞാൽ സെക്കൻഡറി ബ്രോങ്കസ്, അത് കഴിഞ്ഞാൽ ടെർഷ്യറി ബ്രോങ്കസ്, അത് കഴിഞ്ഞാൽ ഇനീഷ്യൽ ബ്രോങ്കിയോൾ, ടെർമിനൽ ബ്രോങ്കിയോൾ, അവസാനം വി ഹാവ് ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ആൽവിയോളസ്. നോ വാട്ട് ഈസ് ലങ്? എന്താ ലങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നോ വാട്ട് ഈസ് ലങ്സ്? ലങ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലങ് ആണ് സിംഗുലർ. അപ്പൊ ലങ് എന്താന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ദിസ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾ, ആൽവിയോളസ്. ഇതൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് ആയിരിക്കുന്ന ആ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ആണ് ആക്ച്വലി എന്ത്? ലങ് എന്ന് പറയുന്നത് അല്ലേ. സോ ലങ് ഈസ് നത്തിങ് ബട്ട് ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ആൻഡ് ആൽവിയോളസ്. ഇതിനെയാണ് നമ്മൾ ലങ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് പ്ലൂര? എന്താണ് പ്ലൂര എന്ന് ചോദിക്കും. അപ്പോൾ നോക്ക്, നമുക്ക് 2 ലങ് ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, 2 ലങ്സ് ഉണ്ട്. നമ്മുടെ ലങ്ങിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വാളുള്ള ഒരു കവറിംഗ് ആണ് ഡബിൾ വാൾഡ് കവറിംഗ് ദാറ്റ് കവർ ദ ലങ്സ് അല്ലേ. സോ വി ഹാവ് ദിസ് ഈസ് കോൾഡ് ഔട്ടർ പ്ലൂര. ഇത് ഔട്ടർ പ്ലൂരയാണ്. ആൻഡ് ദെൻ വി ഹാവ് ഇന്നർ പ്ലൂര. ഉള്ളിൽ ഇന്നർ പ്ലൂര ഉണ്ട് അല്ലേ, ഇന്നർ പ്ലൂര. ഈ 2 ലെയറിൻ്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് പ്ലൂരൽ ഫ്ലൂയിഡ്. എന്താ വിളിക്കുക? പ്ലൂരൽ ഫ്ലൂയിഡ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ. നോക്ക്, ഈ 2 ലെയറുകളും കൂടെ ഇങ്ങനെ ഒരയാൻ സാധ്യതയുണ്ട്, ഘർഷണം വരാൻ സാധ്യതയുണ്ട്. ആ ഫ്രിക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ കുട്ടികളെ? ഈ പ്ലൂരൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് ഔട്ടർ പ്ലൂര, ഇന്നർ പ്ലൂര. ആ 2ന്റെയും ഇടയിൽ വി ഹാവ് പ്ലൂരൽ ഫ്ലൂയിഡ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ. ഷാമില എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഒക്കെ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഇസാന്, ലുക്കാം. പൊന്നാർ ചങ്ങായി പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മലപ്പുറത്തുകാരനാണ്, ഞാൻ പക്ക മലപ്പുറം ഭാഷയിൽ ചോദിക്കുകയാണ്. സത്യത്തിൽ ഇത്രയും സ്പീഡിൽ ലൈവ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ഇട്ടിട്ട് പഠിക്കാനും കൂടി പറ്റും. നിങ്ങൾ എന്താ ചിട്ടി റോബോട്ടാണോ? പണ്ട് എന്തിരൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വല്ലാണ്ട് സിനിമ ഒന്നും കാണുന്ന ആളല്ല, പണ്ട് കണ്ട സിനിമയാണ്. അതിനകത്ത് ഒരു റോബോട്ട് ഉണ്ട്. ആ ഒരു സീനുണ്ട്, ഒരു ബാർബർ ഷോപ്പ് പോയിട്ട് ഒരു ടെലിഫോൺ ഡയറക്ടർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പഠിച്ചു തീർക്കും. നിങ്ങൾ ചിട്ടി റോബോട്ടിൻ്റെ മക്കളേറ്റാ? മനുഷ്യക്കുട്ടികളല്ലേ? എന്തായാലും ഞാനൊരു മനുഷ്യക്കുട്ടിയാണ്. ഞാൻ എൻട്രൻസിൽ 38 റാങ്ക് വാങ്ങിയ ആളാണ്. ഞാൻ ആഗോള സംഭവമൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ളൊരു മനുഷ്യനാണ്. എനിക്കെന്തായാലും പറ്റൂല ഒരു ലൈവിൻ്റെ അടുക്ക് കമൻ്റ് ഇടലും അതിൻ്റെ കൂടെ തന്നെ പഠിക്കലും കൂടി നടക്കൂല. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുള്ളത് പഠിക്കാനല്ല, പോയി വേറെ വല്ല സിനിമയും കണ്ടിരുന്നു ഇവിടെ ചങ്ങായിമാരെ. ഓക്കെ, വെറുതെ എനിക്ക് തോന്നുന്നില്ല ഇത് പ്ലസ് ടുക്കാരൊന്നും ആവില്ല, പ്ലസ് വണ്ണുകാരൊന്നും ആവില്ല. പ്ലസ് വണ്ണുകാരാണെങ്കിൽ ഇവിടെ ഒന്നും ഇരിക്കില്ല, കാരണം ഒരു മാസമല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഒരു മാസം പരീക്ഷയ്ക്കുള്ള ഒരു മണിക്കൂർ ഇവിടെ ഒന്ന് കമൻ്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കുമോ? ഐ ഡോണ്ട് നോ. ഓക്കെ, എന്താല്ലേ മനുഷ്യരുടെ ഓരോരോ അവസ്ഥകൾ. കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി പണിയുമ്പോൾ ഓർമ്മ വരും, അന്ന് ബിലാൽ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ആ സമയത്ത് മനുഷ്യന് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഓക്കെ, കം ഹിയർ. ഓക്കെ, സോ വി ഹാവ് സ്റ്റഡിഡ് സ്ട്രക്ചർ അല്ലേ. നമ്മൾ സ്ട്രക്ചർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക സ്ട്രക്ചറിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതുവരെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. ദർ ഈസ് എ ഡയഗ്രം ഇൻ NCERT. NCERT ഒരു ഡയഗ്രം ഉണ്ട് മക്കളെ. അതിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ ബ്രോങ്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എപ്പിഗ്ലോട്ടിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡയഗ്രം നോക്കണേ. ആ ഡയഗ്രം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. യെസ്, അതിനകത്ത് പ്ലൂരൽ ഫ്ലൂയിഡ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രം NCERT ഡയഗ്രം ഈസ് മസ്റ്റ് കേട്ടോ. NCERT ഡയഗ്രം മസ്റ്റ് ആണ്, അത് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് ആ ഡയഗ്രം എടുത്ത് പഠിക്കണം. ഫസ്റ്റ് പേജ് തന്നെ NCERT നമ്മുടെ ലൈവ് ക്ലാസ് അല്ലാത്ത റെക്കോർഡഡ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റെസ്പിറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്സ് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ അല്ലേ. ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ നമ്മളോട് സാധാരണ എപ്പോഴും 2 മാർക്കും 3 മാർക്കും ആയി ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന്. നോക്കൂ, സോ ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ബ്രീത്തിങ്ങിൻ്റെ സ്റ്റെപ്പ്? വി ഹാവ് ഇൻസ്പിരേഷൻ
ആൻഡ് എക്സ്പിരേഷൻ അല്ലേ, 2 സ്റ്റെപ്പാണുള്ളത്, ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. നോക്കൂ, നമ്മൾ ബ്രീത്തിങ് എപ്പോഴും ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ബൈ ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്താ പറയുന്നത്, ഒരു വസ്തുവിൻ്റെ സൈസ് കൂടിയാൽ, ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു വസ്തു അതിൻ്റെ സൈസ് കൂടിയാൽ അതിനകത്തുള്ള മർദ്ദം, പ്രഷർ കുറയും എന്നാണ് ബോയിൽസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ. പ്രഷർ വോളിയത്തിന് വിപരീത പര്യായമാണോ, അങ്ങനെ എന്തോ അല്ലേ പറയാ. മലയാളം എനിക്കറിയില്ല, ഇംഗ്ലീഷിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വോളിയത്തിന്. അതായത് വോളിയം കൂടിയാൽ, വ്യാപ്തം കൂടിയാൽ പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ മെക്കാനിസം. അങ്ങനെ ശരിക്കും അന്തരീക്ഷത്തിലെ മർദ്ദത്തെക്കാൾ ലങ്ങിനകത്തെ മർദ്ദം എന്ന് പറഞ്ഞാൽ ആൽവിയോളസുകളുടെ ഒക്കെ ഉള്ളിലുള്ള മർദ്ദം കുറക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലങ്ങിൻ്റെ സൈസ് കൂടും. ലങ്ങിൻ്റെ സൈസ് കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ലങ്ങിനകത്തെ പ്രഷർ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ പ്രഷർ അന്തരീക്ഷത്തിൽ കൂടുതൽ, ഇവിടെ കുറവ്. എപ്പോഴും എയർ പ്രഷർ കൂടിയോടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ലങ്ങിൻ്റെ വലിപ്പം കൂടിയാൽ ലങ്ങിനകത്തെ പ്രഷർ കുറയും. ലങ്ങിനകത്തെ പ്രഷർ കുറഞ്ഞാൽ അന്തരീക്ഷത്തിലെ എയർ അന്തരീക്ഷത്തെക്കാൾ കുറവാണ് ലങ്ങിനകത്ത്, അപ്പോൾ എയർ ലങ്ങിലേക്ക് കയറും. ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലങ്ങിൻ്റെ വലിപ്പം കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലങ്ങിനെ തൊറാക്സിനകത്താണ് വെച്ചിട്ടുള്ളത്. എവിടെയാണ്? തൊറാക്സ്. നമ്മുടെ ഈ ഭാഗമാണ് തൊറാക്സ്. അതിനകത്ത് ലങ്ങിരിക്കുന്ന ആ സ്പേസിന് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്നാണ് പറയുക. എന്താ പറയുക? തൊറാസിക് ക്യാവിറ്റി എന്നാണ് നമ്മൾ ഈ സ്പേസിനെ പറയാം. ആ വിപരീതാനുപാതം. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ മലയാളമാണ്. ഓക്കെ, എനിവേ തൊറാസിക് ക്യാവിറ്റിയിലാണ് ലങ്ങിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം കൂട്ടും, അപ്പോൾ സ്വാഭാവികമായിട്ടും ലങ്ങിൻ്റെ വലിപ്പവും കൂടും. അങ്ങനെയാണ് ദൈവം നമ്മുടെ ലങ്ങിനെ ഈ തൊറാക്സിൽ വെച്ചിട്ടുള്ളത്. സോ ദ അറേഞ്ച്മെൻറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. വെനെവർ ദ സൈസ് ഓഫ് തൊറാസിക് ക്യാവിറ്റി, ദ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്, ദെൻ ലങ് വോളിയം വിൽ ഓൾസോ ഇൻക്രീസ്. ലങ്ങിൻ്റെ വോളിയവും കൂടും. ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂട്ടണം. അതിന് 2 മസിൽസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. നമ്പർ 1 ഡയഫ്രം. ഡയഫ്രത്തിന്റെ പിക്ചർ NCERT-യിൽ ഞാൻ പറഞ്ഞ ഡയഗ്രത്തിൽ ഡയഫ്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളൊരു മസിലാണ്, ഇങ്ങനെ ഒരു ഡോം പോലെ ഇരിക്കുന്ന മസിലാണ്. ഓക്കെ, സോ ഈ ഡയഫ്രം കൺട്രാക്റ്റ് ആവുക. ഡയഫ്രം എന്താവുക? കൺട്രാക്റ്റ് ആവുക. അതുപോലെ നിങ്ങളിവിടെ തൊട്ട് നോക്കിയേ, നിങ്ങൾക്ക് ബോൺ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ? സോ ദാറ്റ് ഈസ് കോൾഡ് യുവർ എന്താ പറയുക, റിബ്സ് എന്നാ വിളിക്കുക, വാരിയെല്ലുകൾ. ആ റിബ്സിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസ് ഉണ്ട്, കുറേ റിബുകളുണ്ട്, അതിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. എന്താ പറയുക? ഇന്റർകോസ്റ്റൽ സ്പേസ്. അവിടെ മസിൽ ഉണ്ട്, ദാറ്റ് ഈസ് അവിടെ ഒരുപാട് മസിൽ ഉണ്ട്. അതിൽ പെട്ട ഒരു മസിലാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. നോക്കൂ, ഓരോ സ്പേസിലും അത്തരം മസിൽ ഉണ്ട്. കുറേ സ്പേസ് ഇല്ലേ, കുറേ റിബില്ലേ, ഒരു റിബ് അടുത്ത റിബ്, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പേസ്, ആ സ്പേസുകളിലൊക്കെ എന്തുണ്ട്? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഉണ്ട്. ഓക്കെ, സോ ലുക്ക്, ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്റ്റ് ആവും. അതിന് കൂടെ തന്നെ ഡയഫ്രം എന്ന് പറയുന്ന ഈ മസിലും കൺട്രാക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം സംഭവിക്കുക കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ആരുടെ കൺട്രാക്ഷൻ ആണ് മക്കളെ? ഡയഫ്രത്തിന്റെ കൺട്രാക്ഷൻ. അടുത്തതാണ് കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ആരാണ് ഉറക്കെ പറഞ്ഞേ? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ഈ 2 പേരും കൺട്രാക്റ്റ് ആവും. അവർ കൺട്രാക്റ്റ് ആവുമ്പോൾ തൊറാസിക് വോളിയം കൂടും. എന്ത് കൂടും മക്കളെ? തൊറാസിക് വോളിയം. എന്താ തൊറാസിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി. അതിനെയാണ് തൊറാസിക് വോളിയം എന്ന് പറയുക. വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടിയാൽ വേഗം പറ, ലങ് വോളിയം ഓൾസോ ഇൻക്രീസസ്. ലങ്ങിന്റെ വോളിയവും കൂടും. ലങ്ങിന്റെ വോളിയം കൂടിയാൽ ലങ്ങിനകത്തെ പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ ഇൻസൈഡ് ലങ് ഡിക്രീസസ്. ബോയിൽസ് ലോ പ്രകാരം ഇൻസൈഡ് ലങ് എന്നുള്ളതിന് നമ്മൾ ഇൻട്രാ പൾമോണറി പ്രഷർ എന്നാ പറയാ. എന്താ പറയാ? ഇൻട്രാ പൾമോണറി പ്രഷർ. അവിടെ പൾമൺ എന്ന് പറഞ്ഞാൽ ലങ് എന്നാണ് അർത്ഥം, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. ഇൻട്രാ പൾമോണറി പ്രഷർ, ലങ്ങിനുള്ളിലെ പ്രഷർ ഡിക്രീസസ്. ലങ്ങിനകത്തെ പ്രഷർ കുറയും. അപ്പോൾ അന്തരീക്ഷത്തിന് എയർ ലങ്ങിലേക്ക് കയറും. എയർ എൻ്റർ ദ ലങ് അല്ലേ, എൻ്റർ ദ ലങ്, എയർ ലങ്ങിലേക്ക് കയറും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻസ്പിരേഷൻ. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇൻസ്പിരേഷന്റെ മെക്കാനിസം. ലങ്ങിന്റെ വലിപ്പം കൂടുന്നു അല്ലെ, ലങ്ങിനകത്തെ വോളിയം കൂടുന്നു. അപ്പൊ ലങ് വലുതാവുക എന്ന് പറഞ്ഞാൽ ലങ്ങിൻ്റെ ഉള്ള ആൽവിയോളസിന്റെ ഒക്കെ വോളിയം വികസിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ളിലെ പ്രഷർ കുറയും. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് എയർ ലങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. സെറ്റ് അല്ലേ? ഓക്കെ, ഗുഡ്. നൗ എങ്ങനെയാണ് എക്സ്പിരേഷൻ നടക്കുക? എടാ മക്കളെ, നിങ്ങളുടെ ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രവും കൺട്രാക്റ്റ് ആയപ്പോഴാണ്, നോക്കൂ കേട്ടോ, ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം കൂടുന്നത്. കൺട്രാക്റ്റ് ആയ ഇന്റർകോസ്റ്റലൊക്കെ റിലാക്സ് ആവും. കൺട്രാക്റ്റ് ആയവരൊക്കെ റിലാക്സ് ആവും. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം കുറയും. ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രം ദേ റിലാക്സസ്. So what happens? Volume of thoracic cavity decreases.
തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറഞ്ഞാൽ ലങ് വോളിയം ഓൾസോ ഡിക്രീസസ്. ലങ്ങിന്റെ വോളിയം കുറഞ്ഞാൽ ലങ്ങിനകത്തെ പ്രഷർ കൂടും. ബോയിൽസ് ലോ പ്രകാരം വോളിയം കുറഞ്ഞു, അപ്പോൾ പ്രഷർ കൂടും. പ്രഷർ ഇൻസൈഡ് ലങ്, അതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസസ്. ആരെക്കാൾ കൂടും? മോർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടും. ഓക്കെ, ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസസ് ടു മോർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കൂടും. അപ്പോൾ ലങ്ങിനകത്താ കൂടുതൽ, അന്തരീക്ഷത്തിൽ കുറവാണ്. then air leaves the lungs. എയർ എങ്ങനെ ലീവ് ചെയ്ത് പുറത്തോട്ട് പോകും. and that is called expiration. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പിരേഷൻ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആരോ മാർക്ക് ഇട്ട് എഴുതാൻ നമുക്ക് പറ്റണം. ആൻഡ് നൗ NCERT-യിൽ 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ നോക്കണം. നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സിൽ ആ ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കണം. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറയും, ഇതിൽ ഏതാണ് ഇൻസ്പിരേഷൻ ഏതാണ് എക്സ്പിരേഷൻ. ഒന്നുമില്ല, നല്ല സുഖ. ഒന്നിൽ നിങ്ങൾക്ക് ആ മൊത്തത്തിൽ തൊറാക്സിന്റെ ലങ്ങിന്റെ വലിപ്പം കൂടുന്നതായിട്ട് കാണാം, അതാണ് ഇൻസ്പിരേഷൻ അല്ലേ. വലിപ്പം കൂടുമ്പോഴാണ് എയർ ഉള്ളിലേക്ക് കയറുന്നത്, വലിപ്പം കുറയുമ്പോഴാണ് എയർ പുറത്തോട്ട് പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി ആണെങ്കിൽ കുറച്ച് ലവ് സിമ്പിൾ ഇട്ടെ. ഇപ്പോൾ കമൻറ്റ് ഓൺ ആക്കിയിട്ട് ലവ് സിമ്പിൾ ഇട്ടോ. ഓക്കെ, ആ ഫാത്തിമ വരെ ചൂടാവണം കണ്ടോ. സാൻ പിന്നെ എന്തിനാ ഈ ലൈവിൽ നിൽക്കുന്ന? കമന്റ് ഇട്ട് കളിക്കാനാണോ? ഫാത്തിമ കുട്ടികളുടെ അടുത്ത് നിന്ന് വരെ ചീത്തയേക്കുണ്ട്. കമന്റ് ഇട്ടാതെ പോയിടാ അവിടുന്ന് എല്ലാം. അല്ല കമന്റ് ഇട്ടോ, ലവ് സിമ്പിൾ അല്ല കേട്ടോ. ഓക്കെ മക്കളെ, റെഡിയാണ് അല്ലേ? ശരി. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് അല്ലേ. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത് നമ്മൾ എന്ത് പ്രോസസ്സ് വഴിയാണ് നമ്മളിത് എടുക്കുന്നത്? സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ വോളിയങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ. സ്പൈറോമെട്രി എന്ന് പറയുന്ന ഓക്കെ നോക്ക്, സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു പരിപാടി, സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അളക്കുന്നത്. അളക്കുന്ന പരിപാടിയെ നമ്മൾ സ്പൈറോമെട്രി എന്നാണ് വിളിക്കൽ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ശരി. സഫ്വാൻ MT ഒരു ഹായ് തരുമോ സാർ? 2 ഹായ്. ഓക്കെ ശരി, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച കുറേ വോളിയങ്ങളുണ്ട്. നോക്കൂ, അതിന് മുമ്പ് നമ്മുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എത്രയാ? നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എത്രയാ? 12 to 16 പെർ മിനിറ്റ് അല്ലേ. ഒരു മിനിറ്റിൽ 12 to 16 ആണ്. ഓക്കെ ശരി. ഇനി നമ്മൾ ഇതിൽ പഠിച്ച വോളിയങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം. സോ വാട്ട് ഈസ് ടൈഡൽ വോളിയം? ഓർമ്മയുണ്ടോ? എന്താ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ? നമ്മൾ നോർമലി ഇൻസ്പയർ ചെയ്യുമ്പോൾ 500 ml ഉള്ളിലേക്ക് എടുക്കുന്നു, 500 ml പുറത്തോട്ട് വിടുന്നു. എല്ലാവരും ചെയ്തേ. നോർമലി എടുത്താൽ മതി കേട്ടോ. So you are taking 500 ml to inside and 500 ml outside. So that means the volume of air which enter or leaves the lung, which enter the lung or leaves the lung during normal respiration. നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് ലങ്ങിലേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്ന എയറിന്റെ വോളിയത്തെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? അപ്പോൾ ടൈഡൽ വോളിയം നമ്മൾ പഠിച്ചിട്ടോ. ടൈഡൽ വോളിയത്തിന്റെ അളവ് എത്രയാടാ? 500 ml. ഓക്കെ സെറ്റ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കോൺസെപ്റ്റ് എന്തായിരുന്നു? പഠിച്ച കാര്യം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അല്ലേ. അടുത്ത് നമ്മൾ പഠിച്ച ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അല്ലെങ്കിൽ IRV എന്ന് പറയും. എന്താ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം? എല്ലാവരും ഒന്ന് നോർമലി ഇൻസ്പയർ ചെയ്തേ. നോർമലി ഇൻസ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ? നിങ്ങൾ നോർമലി ഇൻസ്പയർ ചെയ്യാനോ അല്ലേ? ഇത്രയേ ഉള്ളൂ. എടുത്തു 500 ml എടുത്തു. ഇനി ഇതിന് പുറമെ ഫോഴ്സ് ഉപയോഗിച്ച് ഇനിയും എടുക്കാൻ പറ്റും. എടുക്കാൻ ശ്രമിച്ചു നോക്ക്. 500 ഓൾറെഡി എടുത്തു, അതിന് പുറമെ ഫോഴ്സ് ഉപയോഗിച്ച് യു ക്യാൻ ടേക്ക് മച്ച് മോർ അല്ലേ. സോ ദാറ്റ് വോളിയം ഓഫ് എയർ നോക്കൂ, 500 കൂട്ടാതെ 500 എടുത്തതിന് ശേഷം ദ അഡീഷണൽ വോളിയം ഓഫ് എയർ, കേട്ടോ ഡെഫിനിഷൻ, ദ അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ബൈ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിച്ചത്. IRVയുടെ വാല്യൂ എത്രയാടാ മക്കളെ? 2500 to 3000 ml അല്ലേ? യെസ് ഓർ നോ? 2500 മുതൽ 3000 ml ആണ് IRV എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ. ഫാമിയ ഫഹ്മി, എന്താണ് അമ്മായിയെ? എന്തൊക്കെയോ വർത്താനങ്ങൾ പറയാണ് കമന്റ് ബോക്സിൽ വന്നിട്ട്. അമ്മായിമാരെ ഞാൻ ഇത്ര നേരം തന്നെയല്ലേ പറഞ്ഞത്?
ശരിക്കും പ്ലസ് ടു ഒക്കെ പഠിച്ചൊരു പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചൊരു മാർക്ക് വാങ്ങിയാൽ എന്തെങ്കിലും ജോലി ചെയ്ത് മാസം ഒരു 50,000 60,000 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒക്കെ സമ്പാദിക്കാം. അല്ലെങ്കിൽ കെട്ടിയോൻ്റെ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് മക്കളെ നോക്കാം, മക്കളെ തൊട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാം കേട്ടോ. വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞാൽ നേക്കാം. 2500 to 3000 ml. So what is our definition? What is our definition? The volume of air, the additional volume of air that can be സാർ ഒരു തുടക്കം കിട്ടുന്നില്ല പഠിക്കാം. അങ്ങനെയൊക്കെ തന്നെ തുടക്കം കിട്ടുക, അങ്ങ് തുടങ്ങലാണ്, അപ്പോഴാണ് തുടക്കം കിട്ടുക. മനസ്സിലായില്ലേ? തുടങ്ങുമ്പോഴാണ് തുടക്കം കിട്ടുക കേട്ടാ. ദ അഡീഷണൽ വോളിയം. ഒരു കാര്യം കൂടി, അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയാണ് സാർ ഐ ലൈക്ക് ഇറ്റ് സാർ. ഏത് കുട്ടികളെ ആട്ടിയിരിക്കുന്നത് ലൈക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഞാനും കുട്ടികളെ ആട്ടലുണ്ട്. എനിക്ക് മക്കളില്ല, പെങ്ങന്മാരെ മക്കളെ കാട്ടി കൊടുക്കലുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്താ അറിയോ? 2 ദിവസം മുന്നേ വയനാട്ടിലത്തെ ഒരു ന്യൂസ് കണ്ടിരുന്നു ഞാൻ. ഒരു പെണ്ണിനെ ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തത്രേ. എന്നിട്ട് ഈ പെണ്ണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒന്ന് സമരം ചെയ്യാണ്, എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മനുഷ്യന്മാർ, നിങ്ങൾ എത്ര ഇപ്പോൾ ഭയങ്കര ലവ് പറഞ്ഞാലും ഭയങ്കര അഫെയർ പറഞ്ഞാലും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ടാൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവളെനിക്ക് പറ്റൂല അല്ലെങ്കിൽ ഇവൻ എനിക്ക് പറ്റൂല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുക. അങ്ങനെ തോന്നിയാൽ പരസ്പരം മനുഷ്യർ പിരിയും. അപ്പോൾ പിരിഞ്ഞാൽ പിന്നെ ഇയാൾ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, അയാളോട് പറഞ്ഞിരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് നല്ല ജോലിയും കൂലിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വല്ലവൻ്റെയും വീട്ടിന് മുന്നിൽ പോയി കിടക്കേണ്ടി വരില്ല. മാസം നല്ല അടിപൊളിയായിട്ട് ഏത് അവനുണ്ടെങ്കിലും അവളില്ലെങ്കിലും ഒക്കെ സുഭിക്ഷമായി ജീവിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പഠിക്കൂല ഇതാക്കൂല, എന്നിട്ട് ഏതോ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് ഒരാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞാൽ എന്നെ വേണമെന്ന് വെക്കണം, പ്ലീസ് എന്നെ ഒഴിവാക്കല്ലേ സേട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഴഞ്ചൻ സിനിമ സ്റ്റൈലാണ്. പഴയ മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമയിലുണ്ട്, ഊർവശി എന്നെ കൊണ്ടുപോയി ആക്കല്ലേ ചേട്ടാന്ന് പറയുന്നു. എടാ അവിടുന്നൊക്കെ സമൂഹം മാറി. സമൂഹം മാറണമെങ്കിൽ വേർ ഷുഡ് ബി എംപവർമെൻറ്റ് വേണമെങ്കിൽ പഠിക്കണം കേട്ടോ. ശരി, ആരോടാ ഞാൻ പറയുന്നത്? അപ്പോൾ ഇൻസ്പിരേറ്റർ റിസർവ് വോളിയം നമ്മൾ ടോപ്പിക്കിൽ തന്നെ വ്യതിചലിച്ചു പോകുന്നു. ദ അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ബൈ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ അല്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേറ്റർ റിസർവ് വോളിയം. ഇനി ഇതേപോലെ തന്നെ എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്താ? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോർമലി എക്സ്പയർ ചെയ്തേ അല്ലേ. നോർമലി എക്സ്പയർ ചെയ്ത ഫോഴ്സ് ഒന്നും വേണ്ട. 500 ml നിങ്ങളിപ്പോൾ പുറത്തു വിട്ടു കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും വിട്ടോക്ക് അല്ലേ. 500 വിടാൻ ഫോഴ്സ് ഒന്നും വേണ്ട, അതിനുശേഷം ഫോഴ്സ് ഉപയോഗിച്ച് വീണ്ടും കുറെ വിടാൻ പറ്റും. ദാറ്റ് വോളിയം ഓഫ് എയർ, the additional volume of air that can be expired by forceful expiration. The additional volume of air that can be expired by a forceful expiration. സെറ്റ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ERV. ERVയുടെ വാല്യൂ എത്രയാണ് പഠിക്കണടാ? 1000 മുതൽ 1100 ml. എത്രയാണ്? 1000 മുതൽ 1100 ml ആണ് എന്ത്? ERVയുടെ വോളിയം എന്ന് പറയുന്നത്, എക്സ്പിരേറ്ററി റിസർവ് വോളിയം. സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? റെസിഡുവൽ വോളിയം അല്ലേ പഠിച്ചത്? റെസിഡുവൽ വോളിയം. എന്താ റെസിഡുവൽ വോളിയം? നോക്ക്, നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും നോക്ക്, പരമാവധി എക്സ്പയർ ചെയ്തോ, പക്ഷെ നിങ്ങളെ ലെങ്ങ് ചപ്പിപ്പോവില്ല, ലെങ്ങിനകത്ത് കുറച്ച് എയർ എപ്പോഴും ബാക്കി ഉണ്ടാകും. സോ ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്, ലങ്ങിൽ ബാക്കിയായിരിക്കുന്ന വോളിയം ഓഫ് എയർ, ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തിയാൽ പോലും നമ്മുടെ ലങ്ങിനകത്ത് കുറച്ച് എയർ ബാക്കി ഉണ്ടാകും. ദാറ്റ് വോളിയം ഓഫ് എയർ ഈസ് കോൾഡ് റെസിഡുവൽ വോളിയം. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ റെസിഡുവൽ വോളിയത്തിന്റെ വാല്യൂ എത്രയായിരുന്നു? റെസിഡുവൽ വോളിയം ഈക്വൽ ടു 1100 to 1200 ml. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, 1100 to 1200 ml ആണെന്ത്? റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. 4 വോളിയങ്ങളാണ് പഠിച്ചത്. പിന്നെ നമ്മൾ കുറേ കപ്പാസിറ്റീസ് അല്ലേ പഠിച്ചത്, ഓർമ്മയുണ്ടോ? നമുക്ക് ഏതൊക്കെ കപ്പാസിറ്റി ഉണ്ടായിരുന്നു? ഏറ്റവും മിനിമം ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും മിനിമം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനെങ്കിലും പറ്റിയാൽ മതി. IC ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഉണ്ട്, എക്സ്പിരേറ്ററി കപ്പാസിറ്റി ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ? വൈറ്റൽ കപ്പാസിറ്റി ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ചത് ടോട്ടൽ ലങ് കപ്പാസിറ്റി ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ചത് FRC ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. 5 കപ്പാസിറ്റിയാണ് പഠിച്ചത്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അറിയാമല്ലോ? യെസ് അറിയാം. പ്ലസ് TV ചെയ്താൽ മതി ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി കിട്ടാൻ. സെറ്റ് അല്ലേ? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പം എന്താ? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയവും TVയും കൂടെ കൂട്ടാം. എക്സ്പിരേറ്ററി കപ്പാസിറ്റി ആകുമ്പോഴോ ഇനി
ERV പ്ലസ് TV. ഇതിന്റെ ഡെഫിനീഷൻ എഴുതാൻ അസച്ച് ഒന്നും ചോദിക്കൂല, 1 മാർക്കിനൊക്കെ ചോദിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IC ആൻഡ് EC എന്ന് ചോദിക്കും. അപ്പൊ ഏറ്റവും മിനിമം ഇത് എഴുതിയാൽ മതി, IC ഈക്വൽ ടു IRV പ്ലസ് TV, EC ഈക്വൽ ടു ERV പ്ലസ് TV. ഇങ്ങനെ എഴുതിയാൽ പോരാ, അത് ഫുൾ ഫോം ആക്കിയിട്ട് എഴുതണം. എക്സ്പിരേറ്ററി കപ്പാസിറ്റി ഈക്വൽ ടു എക്സ്പിരേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം, അങ്ങനെ എഴുതാൻ പറ്റണം കേട്ടാ. ഇനി വൈറ്റൽ കപ്പാസിറ്റിയോ, ഇത് മൂന്നും കൂടെ കൂട്ടുക. നേരത്തെ IRVയും TVയും ഒക്കെ മാത്രമല്ലേ കൂട്ടി, ഇപ്പൊ IRVയും കൂട്ടുക, TVയും കൂട്ടുക, ERVയും കൂടി കൂട്ടുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, വൈറ്റൽ കപ്പാസിറ്റി കിട്ടുക. സെറ്റ് അല്ലേ? ഇനി ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലാ വോളിയങ്ങളും കൂട്ടുക. നമ്മൾ പഠിച്ച വോളിയങ്ങൾ ഏതൊക്കെയാ? ഓർഡറിനോട് വേണമെങ്കിൽ എഴുതിക്കോ, TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV, അത്രയേ ഉള്ളൂ. അതാണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പൊ നമ്മൾ 4 വോളിയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കില്ല, 4 കൂടെ കൂട്ടിയാൽ മതി. ഇനി FRC മാത്രമേ ഒരു കൺഫ്യൂഷൻ വരേണ്ടതുള്ളൂ. റെസിഡുവൽ, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി അല്ലേ FRC. അപ്പൊ അതിൽ റെസിഡുവൽ വോളിയം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായി അല്ലെ. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റിയാ. അപ്പൊ റെസിഡുവൽ വോളിയം ഉണ്ട് എന്നുള്ള ഉറപ്പായി. അതിന്റെ കൂടെ ERVയും കൂടെ കൂട്ടി കൊടുത്താൽ മതി. എന്താ കൂട്ടേണ്ടത്? ERV ട്ടാ. അപ്പൊ ഇത്രയും ഈ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ തിങ്സ് ബിക്കം ഈസിയർ. അപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യവും ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യുക, അത് രണ്ടും എഴുതി വെക്കുക. കുറച്ച് ഷോർട്ട് ഫോം അല്ലാതെ ഫുൾ ഫോം ആക്കിയിട്ട് തന്നെ എഴുതി വെക്കുക. അപ്പോൾ ആ കാര്യം റെഡിയാണെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് എന്ന്. അതായത് എവിടെയൊക്കെ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്നത്? ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് അല്ലേ മക്കളെ? ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക്. ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ പോകുന്നു. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. പിന്നെ എവിടെയാണ് നടക്കുന്നത്? ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്ക്. ശരിയല്ലേ കുട്ടികളെ? ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്കാണ്. അടുത്തത് രക്തക്കുഴലാണ് കേട്ടോ കാണിച്ചുള്ളത്. ദിസ് ഈസ് യുവർ സെൽ. എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? സെല്ലുകളുടെ ഗ്രൂപ്പാണല്ലോ ടിഷ്യൂ. ഇവിടെയാണ് അടുത്ത എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്സിജൻ ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് വരുന്നു അല്ലേ? ഓക്സിജൻ ബ്ലഡിൽ നിന്ന് സെല്ലുകളിലേക്ക് വരുന്നു അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ശരി, ഈ രണ്ട് ഭാഗത്തും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഒരു പ്രത്യേക പ്രോസസ്സ് വഴിയാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. എന്താ വിളിക്കുക മക്കളെ? ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഇറ്റ് ഈസ് ബൈ എ പ്രോസസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ വാട്ട് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ? യെസ്, ഷോർട്ട് ഫോം എഴുതിയാൽ പോലും മാർക്ക് കിട്ടും. നമ്മൾ ഏറ്റവും മിനിമം ആണ് പറഞ്ഞത്. ഏറ്റവും മിനിമം ഷോർട്ട് ഫോം തന്നെ എഴുതിയാൽ യു വിൽ ഗെറ്റ് മാർക്ക്. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ വളരെ നല്ലതാണ്. ബട്ട് ഡെഫിനിഷൻ ഈസ് ഭയങ്കര വലിയ ഡെഫിനിഷനാണ്. നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ഹാർഡർ ഫോർ യു. ഞാൻ ലൈവ് ക്ലാസ് അല്ലാത്ത റെക്കോർഡ് ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ. എക്സാമിന് വരുന്ന ചോദ്യവും കാണിച്ചു തന്നതാണ്. നമ്മളോട് ചോദിക്കൽ ഇതാണ്, ഡിഫറൻഷിയേറ്റ്. ആകെ ഒരു മാർക്കാണ് കിട്ടുക. രണ്ടും കൂടെ എഴുതിയാൽ, അപ്പോൾ വരിയായിട്ട് എഴുതാമെന്ന് എത്ര 4-5 വരി എഴുതണം. 4 വരി എഴുതിയിട്ട് ഒരു മാർക്കൊന്നും അവർ ഉദ്ദേശിക്കുന്നേ ഇല്ല. നിങ്ങൾ മിനിമം ഇത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് അവർ തരും കേട്ടോ. ഓക്കെ, വാല്യൂസ്. ഈ വാല്യൂസ് പഠിക്കണം. ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഈ വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ്. ദിസ് വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഷബ വേൾഡ് സാർ, എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല, ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, സൊല്യൂഷൻ പറഞ്ഞു തരുമോ? ഇഫ് ഇറ്റ് ഈസ് റിയൽ, ക്ലാസ് ടെസ്റ്റിന് മാർക്ക് തന്നില്ല. എടാ, ഇത് ബോർഡ് എക്സാമിന് എങ്ങനെ ചോദിക്കുക വെച്ചാൽ, ഇപ്പം നിങ്ങൾ എജുപോർട്ടിൻ്റെ ഫുൾ ബാച്ച് കുട്ടികളാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. അതുപോലെ തന്നെ IC ആൻഡ് VC. 4 കാര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ 2 മാർക്കാണ് ടോട്ടൽ തരുന്നത്. അതായത് നിങ്ങൾ ഒരെണ്ണം എഴുതിയ 1/2 മാർക്കാണ് അവർ, ഒരു ഡെഫിനിഷന് 1/2 മാർക്കാണ് അവർ കണക്കാക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ പോലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതുന്നതിന് അവർ കണക്കാക്കുന്നത് 1/2 മാർക്കാണ്. അങ്ങനെ 2 എഴുതിയ 1 മാർക്ക് അവർ കണക്കാക്കുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും മിനിമം ഇത് എഴുതിയാൽ പോലും അവർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇട്ട് തരേണ്ടി വരും. കാരണം ആകെ 1/2 മാർക്കേ അതിനുള്ളൂ. അപ്പം ഇത് ഷോർട്ട് ഫോം അല്ലാതെ കുറച്ച് ലോങ് ആക്കിയിട്ട്, കുറച്ച് അതിൻ്റെ ഫുൾ ഫോം ആക്കിയിട്ട് എഴുതി വെക്കുക. ഏറ്റവും സിമ്പിൾ വേ ആണ്. ദിസ് ഈസ് അഡാപ്റ്റീവ് ബൂസ്റ്റർ ബാച്ച്.
യു ആർ ഗെറ്റിംഗ് ദ സിംപ്ലസ്റ്റ് വേ ടു ഗെറ്റ് ഫുൾ മാർക്ക്. ക്ലാസ് എക്സാമിൽ തരാത്ത നോക്കണ്ട, ബിലീവ് അസ്, യു വിൽ ഗെറ്റ് ഫോർ യുവർ ബോർഡ് എക്സാം. ഓക്കെ, ഇത് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുന്നില്ല. ഇതുവരെ ചോദിക്കുന്ന പാറ്റേൺ വെച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾക്കറിയാം സ്കൂളിൽ 7 മണിക്കൂറും 6 മണിക്കൂറും വെച്ചെടുത്ത ഒരു ചാപ്റ്റർ ആണ്. വി ആർ ടീച്ചിങ് യു വിത്തിൻ 2.5 hours, ലെസ് ദാൻ 2.5 hours. സോ വി ആർ നോട്ട് ടീച്ചിങ് യു എവറിഥിങ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടീച്ചിങ് യു വാട്ട് യു വാണ്ട്. അല്ല, നിങ്ങളുടെ എക്സാമിന് എന്താ വേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ഓക്കെ, കീപ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കരമാണ്. ഇത് ജെന്യുവിൻ ആയിട്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ യു ആർ ഹാവിങ് ഡിപ്രഷൻ, ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടറെ കാണുന്നത് കേട്ടോ, ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണുക. ഹി വിൽ പ്രിസ്ക്രൈബ് യു മെഡിക്കേഷൻസ്. ഓക്കെ, ഫ്ലൂഓക്സെറ്റിൻ, അരിപ്പിപ്രസോൾ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്, അത് തരും, സാധനം റെഡിയാവും. ഓക്കെ, ഇപ്പം നമുക്ക് അതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ. പിന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡിപ്രഷൻ പോകാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബി എൻഗേജ്ഡ് ഇൻ സംതിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബാ, ഇനി എടുത്ത് നോക്കൂ, ഈ പരിപാടി നടക്കുന്ന എന്ത് പ്രോസസ്സിലൂടെയാണ് മക്കളെ? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നോ, വാട്ട് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ? എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ? നമ്മൾ നെല്ലിക്ക ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഉപ്പ് നെല്ലിക്കൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അതിന് പിന്നിലുള്ള മെക്കാനിസം എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നെല്ലിക്ക എടുത്ത് ഉപ്പ് വെള്ളത്തിലിടുന്നു, അപ്പം നെല്ലിക്കയുടെ ഉള്ളിൽ ഉപ്പില്ല. അതേസമയത്ത് നെല്ലിക്കയുടെ പുറമേയുള്ള ആ സൊല്യൂഷനിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ പുറമേയുള്ള സൊല്യൂഷനിൽ കൂടുതലും നെല്ലിക്കകത്ത് കുറവുമാണ്. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ഉപ്പ് നെല്ലിക്കകത്തേക്ക് കയറിപ്പോകും. എല്ലാ സമയത്തും വസ്തുക്കൾ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്, അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. സെറ്റാണോ മക്കളെ? ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുക എന്ന്. ശ്രദ്ധിക്കുക, നമ്മുടെ ലങ്സിന്റെ പണി എന്താ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലങ്സ് ഓർ ആൽവിയോളസ്? സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്. നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജനെ നിറക്കുക എന്നുള്ളതാണ്. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ലങ്ങിന്റെ അല്ലെങ്കിൽ ആൽവിയോളസിന്റെ പണി. അപ്പൊ ലങ്ങിലേക്ക് വരുന്ന ബ്ലഡ് ഏത് തരം ബ്ലഡ് ആയിരിക്കും? ഓക്സിജൻ നിറക്കാൻ വേണ്ടിയിട്ടാണ് ലങ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ലങ്ങിലേക്ക് വരുന്ന ബ്ലഡ് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ആയിരിക്കൂലേ? യെസ് ഓർ നോ? യെസ്. ഓക്സിജൻ ഉള്ള ബ്ലഡിക്ക് പിന്നെയും ഓക്സിജൻ നിറക്കാൻ ലങ്ങിന് എന്താ പ്രാന്തുണ്ടോ? അപ്പൊ ലങ്ങിലേക്ക് വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ആയിരിക്കും. ബിലീവ് മീ, ദാറ്റ്സ് ദ ഐഡിയ. അപ്പോൾ നമ്മുടെ ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ദിസ് ഈസ് യുവർ ആൽവിയോളസ്. ആൽവിയോളസിലേക്ക് വരുന്ന ഈ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. പറഞ്ഞത് ഇത് എന്ത് ബ്ലഡാ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അങ്ങനെ പറഞ്ഞാൽ ഓക്സിജൻ കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് ആണ് എങ്ങോട്ടേക്ക് വരുന്നത്? നിങ്ങളുടെ ആൽവിയോളസിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കുക, ആൽവിയോളസിലെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നോക്കിയാൽ നമ്മളെപ്പോഴും ഗ്യാസ് നമ്മൾ നോക്കും, നമ്മൾ കോൺസെൻട്രേഷൻ പറയും പല രീതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മോൾ NaCl ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കോൺസെൻട്രേഷൻ പറയും ഇറ്റ് ഈസ് 1 മോൾ പെർ ലിറ്റർ ആണ് എന്ന് പറയും. എന്താ പറയുക? 1 മോൾ പെർ ലിറ്റർ ആണെന്ന് പറയും. അതായത് കോൺസെൻട്രേഷൻ പറയാൻ നമുക്ക് പല യൂണിറ്റുകളും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് മൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പിലാണ് കോൺസെൻട്രേഷനെ ഞാൻ പറയുന്നത്. 1 മോൾ NaCl 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 മോളാർ NaCl എന്നാണെങ്കിൽ 1 മോൾ പെർ ലിറ്റർ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പണി ചെയ്തോ, 500 ഗ്രാം NaCl 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടോ. അപ്പൊ ഞാൻ പറയും ദാറ്റ് ഈസ് 50 ഗ്രാം പെർസെൻറ്റേജ് സൊല്യൂഷൻ ആണെന്ന് പറയും ഞാൻ അതിനെപ്പറ്റി. നിങ്ങൾ 500 1/2 കിലോ NaCl 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടാൽ എനിക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം 50 ഗ്രാം പെർസെൻറ്റേജ് സൊല്യൂഷൻ ആണത്. അതെന്താ? നമ്മൾ കോൺസെൻട്രേഷനെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. പല രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പക്ഷേ ഗ്യാസുകളുടെ കേസിൽ കോൺസെൻട്രേഷന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗ്രാം പെർസെൻറ്റേജോ മൊളാലിറ്റിയോ ഒന്നുമല്ല. നമ്മൾ പറയുന്ന ടേം പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു ടേമിലാണ് പറയുക. എങ്ങനെയാ? പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്നതിന് പകരം ഇനി എന്താ യൂസ് ചെയ്യാൻ പോകുന്നത്? പാർഷ്യൽ പ്രഷർ. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഞാൻ PO2 എന്ന് എഴുതുക. അത് ഫോസ്ഫറസ് ഡയോക്സൈഡ് എന്നല്ല വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? PO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ. എന്താണ് പറഞ്ഞേ?
ദറ്റ് ഈസ് സിംപ്ലി കോൺസെൻട്രേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോളസിൽ നോക്കിയാൽ 104 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. അതേ സമയത്ത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിലെ PO2 പാർഷ്യൽ പ്രഷർ നോക്കിയാൽ വെറും 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഉള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതൽ, ആൽവിയോളസിൽ കൂടുതൽ, ബ്ലഡിൽ കുറവ്. എന്ത് ബ്ലഡിൽ? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ ഇങ്ങോട്ടേക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി വരും. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. ഇത് ഓർത്ത് വെക്കണേ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറാണ് PCO2. അത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ 45 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ബട്ട് ആൽവിയോളസിലെ PCO2 നിങ്ങൾ നോക്കിയാൽ 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഉള്ളൂ. അപ്പോൾ നോക്കൂ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ കൂടുതലും ഇവിടെ കുറവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്ക് പോകുക? ആൽവിയോളസിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. സെറ്റാണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇത് നമ്മളോട് ചോദിക്കും. സെറ്റല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട് എന്ന് പറയാം അല്ലേ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, കോൺസെൻട്രേഷൻ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഈ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ ആൽവിയോളസിലും അതുപോലെ ആൽവിയോളാർ കാപ്പിലറി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താ? എടാ, ആൽവിയോളസിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്ന ഈ രക്തക്കുഴലില്ലേ, ഇയാളെയാണ് ആക്ച്വലി ആൽവിയോളാർ കാപ്പിലറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, NCERTയുടെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം എന്തായാലും നോക്കണം. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ആൽവിയോളസിന്റെ അടുത്തേക്ക്, ആൽവിയോളസിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്ന രക്തക്കുഴലാണ് ഇയാൾ. ശ്രദ്ധിക്കും മക്കളെ. അപ്പോൾ ആൽവിയോളാർ കാപ്പിലറിയിലും അതുപോലെ ആൽവിയോളസിലും രണ്ടിടത്തും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു 40 ആയി എന്ന് കൂട്ടും. രണ്ട് ഭാഗത്തും PO2 അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സെയിം ആയി. അങ്ങനെ പറഞ്ഞാൽ ദർ ഈസ് നോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അവിടെ ഗ്രേഡിയൻറ്റ് ഇല്ലല്ലോ. രണ്ട് ഭാഗത്തും കോൺസെൻട്രേഷൻ സെയിം ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കും നമ്മളോട്. എന്താ സംഭവിക്കുക? രണ്ട് ഭാഗത്തും കോൺസെൻട്രേഷൻ സെയിം ആയാൽ ദർ വിൽ ബി നോ സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുമോ? നടക്കൂല. ഇതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഇത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി അപ്പോൾ ഇവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്? ഇനി വാട്ട് ഹാപ്പൻസ് അറ്റ് ടിഷ്യൂവിൽ എന്താ സംഭവിക്കുന്നത്? ശ്രദ്ധിക്കടാ. സോ ടിഷ്യൂലേക്ക് എന്ത് ബ്ലഡാടാ മക്കളെ പോവുക? ടിഷ്യൂലേക്ക് എന്ത് ബ്ലഡാ പോവുക? നോക്കൂ, ടിഷ്യൂലേക്ക് പോകുന്ന ബ്ലഡുകളുടെ പണി എന്ന് പറഞ്ഞ, ബ്ലഡിന്റെ പണി എന്താ? ടിഷ്യൂവിന് ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ്. ടിഷ്യൂവിന് ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ടിഷ്യൂലേക്ക് പോകുന്നത് ലങ്ങിൽ നിന്ന് ഓക്സിജൻ ഉള്ള ബ്ലഡാണ്. ലങ് ബ്ലഡിലേക്ക് ഓക്സിജനെ കയറ്റി വിട്ടു. ഇനി ഓക്സിജൻ ഉള്ള ബ്ലഡല്ലേ ടിഷ്യൂലേക്ക് എത്തേണ്ടത്. എടാ, അപ്പോഴല്ലേ ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ടിഷ്യൂലേക്ക് പോകുന്ന ബ്ലഡ് ഈസ് ആക്ച്വലി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ശരിയല്ലേ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. എങ്ങോട്ടേക്ക് പോകുന്നത് മക്കളെ? ടിഷ്യൂലേക്ക് പോകുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്, ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്ക് വരുന്നു. അതിന്റെ കാരണം എന്തായിരിക്കും? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എവിടെ കൂടുതലായിരിക്കും? ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കൂടുതലായിരിക്കും. 95 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ടിഷ്യൂലെ PO2 നോക്ക് മക്കളെ, വെറും 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ ടിഷ്യൂലേക്ക് വരും ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന്. നൗ കാർബൺ ഡൈ ഓക്സൈഡോ നമുക്കറിയാം, അയാൾ ടിഷ്യൂവിൽ നിന്ന് ഇങ്ങോട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. അതിന്റെ കാരണം എന്താ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് PCO2. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ടിഷ്യൂവിൽ 45 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിലെ PCO2 40 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളോട് ചോദിക്കുക, അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. എന്ത് പ്രോസസ്സ് വഴിയാണ് ഇത് നടക്കുക വെച്ചാൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഇത് നടക്കാനുള്ള കാരണം എന്താ? മെയിൻ കാരണം എന്താ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ കാരണം. വേറെയും കാരണങ്ങളുണ്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഏറ്റവും മിനിമം പഠിക്കേണ്ടത്. ഇനി ചോദിക്കൂ, രണ്ട് ഭാഗത്തും കോൺസെൻട്രേഷൻ സെയിം ആയാലോ? നത്തിങ് വിൽ ഹാപ്പൻ. സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കൂല. അതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വ്യത്യാസം അവിടെ വേണം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സെറ്റ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാസ് എക്സ്ചേഞ്ച്. പിന്നെ NCERT ഒരു കുഞ്ഞ് ഡയഗ്രാം ഉണ്ട് ആ ഭാഗത്ത്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക ഡയഗ്രാം. പിന്നെ NCERT ഒരു ബോക്സിൽ ഞാൻ ഈ പറഞ്ഞ പാർഷ്യൽ പ്രഷറുകൾ ഉണ്ടല്ലോ, ഇവിടുത്തെ PO2, ഇവിടുത്തെ PO2, ഇവിടുത്തെ PCO2, ഇവിടുത്തെ PCO2, അതൊക്കെ ഒരു ടേബിളാക്കി തന്നിട്ടുണ്ട്. അത് അങ്ങനെ പഠിക്കണം എന്നില്ല, ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ ഇപ്പോൾ PO2 ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 40 ആണ്, ടിഷ്യൂല് 45 ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ? ബിക്കോസ് ദർ ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ ഗ്രേഡിയന്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. ഇതാണ് ചോദിക്കുക നമ്മളോട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. തീരാൻ പോവാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ട്. നമുക്കറിയുന്ന കാര്യമാണ്, ഓക്സിജൻ ആൽവിയോളസിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം കുട്ടികളെ? നിങ്ങളുടെ ടിഷ്യൂലേക്ക് പോകണം അല്ലേ? ശരി, ബ്ലഡിലൂടെ ടിഷ്യൂലേക്ക് പോകണം. കാർബൺ ഡൈ ഓക്സൈഡോ ടിഷ്യൂവിൽ നിന്ന് ഇങ്ങോട്ട് വരണം. നമുക്ക് ആദ്യം ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയാം. ശ്രദ്ധിക്കുക, ആൽവിയോളസിൽ നിന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജന്റെ 97% RBC എന്ന് പറയുന്ന സെല്ലിനകത്തേക്ക് കയറി പോകും. നമ്മുടെ ബ്ലഡിൽ ധാരാളം RBC ഉണ്ട്. അപ്പോൾ 97% RBCകൾക്കകത്തേക്ക് കയറിപ്പോവും. എങ്ങോട്ടേക്ക്? ലക്ഷക്കണക്കിന് RBC ബ്ലഡിലുണ്ട്. ബ്ലഡിലെ RBCകൾക്കകത്തേക്ക് കയറിപ്പോവും. സെറ്റല്ലേ? എന്നിട്ട് ഓരോ RBCയിലും കോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെഡ് കളറുള്ള ഒരു കെമിക്കൽ, ഒരു മോളിക്യൂൾ ഉണ്ട്. ഇറ്റ് ഈസ് എ പിഗ്മെന്റ്. എന്താ പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു മോളിക്യൂളിന് കളർ ഉണ്ടെങ്കിൽ, കളറുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പിഗ്മെന്റുകൾ എന്ന് പറയുന്നത്. സോ ഹീമോഗ്ലോബിൻ ഈസ് എ പിഗ്മെന്റ്. ദാറ്റ് മീൻസ് ഒരു കളറുള്ള മോളിക്യൂളാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ അയേൺ. സോ ഇറ്റ് ഈസ് ആൻ അയേൺ കണ്ടെയ്നിങ് റെഡ് കളേർഡ് പിഗ്മെന്റ്. അയേൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇരുമ്പുള്ള ഒരു പിഗ്മെന്റ് ആണ്, ഇരുമ്പ് അടങ്ങിയ ഒരു പിഗ്മെന്റ് ആണ്. സോ ഓരോ ഹീമോഗ്ലോബിനിലേക്കും 4 ഓക്സിജൻ വെച്ച് ബൈൻഡ് ചെയ്യും. 4 ഓക്സിജൻ മോളിക്യൂൾ, ആറ്റങ്ങളല്ല കേട്ടോ, 4 മോളിക്യൂൾ വെച്ച് ബൈൻഡ് ചെയ്യും. നോക്കൂ, ഒരു RBCയിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടാവും? കോടാനുകോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ ഉണ്ടാവും. യെസ്, ബ്ലഡിലോ കോടിക്കണക്കിന് RBC ബ്ലഡിലുണ്ട്. അപ്പോൾ നോക്കൂ, ആൽവിയോളസിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ 97% ഈ RBCകളിലേക്ക് കയറി പോവുകയും RBCകളിലുള്ള കോടിക്കണക്കിന് ഒരുപാട് ഓക്സിജൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ RBCയിലും കോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇവർ ബൈൻഡ് ചെയ്യും. ആൻഡ് ദേ ഫോം എ സ്ട്രക്ചർ കോൾഡ് ഓക്സി ഹീമോഗ്ലോബിൻ. അവർ ഈ കൂടി ചേർന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? സെറ്റല്ലേ? അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടും. എവിടെ വെച്ചിട്ട്? ആൽവിയോളസിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടും. ഇനി ശ്രദ്ധിക്കുക, ഈ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കും. ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ RBCകളും സഞ്ചരിക്കും. ഇവിടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ RBC, WBC എന്നൊക്കെ പറയുന്ന സെല്ലുകളും കുറച്ച് വാട്ടറൊക്കെ അടങ്ങിയ ഒരു സംഭവമാണ്. ഇവിടെ ഇതിന്റെ പുറത്തുള്ള ഈ സ്പേസിൽ വാട്ടറാണ് ഉണ്ടാവുക. വാട്ടറൊക്കെ അടങ്ങിയ ഒരു സംഭവമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡാണ്. ഓക്കെ, അതിനുള്ളിൽ കുറേ സെല്ലുകളൊക്കെ ഉണ്ടെന്നുള്ളൂ. ബ്ലഡിന്റെ ഈ വാട്ടറൊക്കെ ഉള്ള ഭാഗത്തെ പ്ലാസ്മ എന്നാണ് നമ്മൾ പറയുക. എന്താ പറയുക? പ്ലാസ്മ. ഏതായാലും ഈ 97% ഇങ്ങനെ ബൈൻഡ് ചെയ്യും. എന്നിട്ട് RBC ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ RBC ഇതിൻ്റെ കൂടെ സഞ്ചരിക്കും. ആൻഡ് ദിസ് RBC റീച്ചസ് യുവർ ടിഷ്യൂസ്. ഈ RBC ബ്ലഡിലൂടെ സഞ്ചരിച്ച് ടിഷ്യൂ ഉള്ള ഭാഗത്തെത്തും. ഓക്കെ, ടിഷ്യൂ ഉള്ള ഭാഗത്തെത്തുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? RBCകൾക്കകത്തുള്ള ഓക്സി ഹീമോഗ്ലോബിൻ അങ്ങോട്ട് ഡിസോസിയേറ്റ് ആവും. എന്നിട്ട് ഹീമോഗ്ലോബിനിൽ നിന്നൊക്കെ ഓക്സിജൻ പറഞ്ഞു പോരും. അങ്ങനെ പറഞ്ഞു പോരുന്ന ഓക്സിജൻ മൊത്തം, അവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത്, അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് വരുന്ന ഓക്സിജൻ മൊത്തം നേരെ ഇവിടെ നിന്ന് ടിഷ്യൂകളിലേക്ക് കയറിപ്പോവും. ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് വരും, അവിടുന്ന് പിന്നെ ടിഷ്യൂകളിലേക്ക് കയറിപ്പോവും. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് നോക്കൂ, 97% ഹീമോഗ്ലോബിൻ ടിഷ്യൂകളിലേക്ക് എത്തുന്നു. അപ്പോൾ ബ്ലഡിലൂടെ സഞ്ചരിച്ച് ടിഷ്യൂകളിലേക്ക് എത്തുന്നു. 97% ഓക്സിജന്റെയും ട്രാൻസ്പോർട്ട് എന്ത് രൂപത്തിലാണ് നടക്കുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ രൂപത്തിലാണ് സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്സി ഹീമോഗ്ലോബിൻ രൂപത്തിലാണ് സംഭവിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു 3%? 3% എന്താ സംഭവിക്കുക? ഒന്നുമില്ലടാ, നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ടാൽ എന്താ സംഭവിക്കുക? വെള്ളത്തിലേക്ക് ഉപ്പെത്തിയാൽ വെള്ളത്തിൽ ലയിക്കും. ശരിയല്ലേ? അതുപോലെ ഈ വരുന്ന ഓക്സിജന്റെ ഒരു 3% ബ്ലഡിന്റെ പ്ലാസ്മ എന്ന് പറയുന്ന ഈ വാട്ടർ അടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ലയിക്കും. വെള്ളത്തിൽ ഉപ്പിട്ട എങ്ങനെയാണോ ലയിക്കുക, അതേപോലെ ലയിച്ചു ചേരും. ഉപ്പ് ലയിക്കുന്ന പോലെ ഓക്സിജനും ലയിക്കാൻ പറ്റുമോടാ? യെസ്, ബിലീവ് മീ, സംഭവിക്കും. അപ്പൊ 3% ഇവിടെ ഇങ്ങനെ ലയിച്ചു കിടക്കും. ആര്? ഓക്സിജൻ. ഇനി ഈ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിച്ച് ടിഷ്യൂലെത്തൂലേ? അപ്പൊ ഇവിടെ ലയിച്ചു കിടക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, അത് നേരെ ടിഷ്യൂലേക്ക് കയറിപ്പോവും.
കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ഫലമായിട്ട് ടിഷ്യൂകളിലേക്ക് കയറിപ്പോകും. ആ 3%. അപ്പോൾ 3% എങ്ങനെയാണ്? ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്, ലയിച്ച് കിടക്കുന്ന രീതിയിലാണ് 3%ൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ആൽവിയോളസിൽ വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നു, ടിഷ്യൂകളിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ നടക്കുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ചു. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫേവറിങ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ? ആൽവിയോളസിൽ ഈ ഫോർമേഷൻ നടക്കാൻ എന്തൊക്കെയോ ഫാക്ടറുകൾ കാരണമാവുന്നുണ്ട്. ടിഷ്യൂലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയോ ഫാക്ടറുകൾ ഫേവർ ചെയ്യുന്നുണ്ട് ദെയർ ഡിസോസിയേഷൻ, ഫേവറിങ് ഡിസോസിയേഷൻ. ടിഷ്യൂകളിലുള്ള എന്തൊക്കെയോ ഫാക്ടറുകൾ, എന്തൊക്കെയോ കണ്ടീഷനുകൾ നോക്കൂ, ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഫേവർ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ആൽവിയോളസിലുള്ള ഫാക്ടറുകൾ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. ഫോർമേഷൻ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് സയൻറ്റിസ്റ്റുകൾ പഠിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ എവിടെ കൂടുതൽ? ജസ്റ്റ് ആലോചിച്ചോ, ടിഷ്യൂലാണോ ആൽവിയോളസിലാണോ? മക്കളെ, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ആളല്ലേ. ഉള്ള ഓക്സിജൻ മൊത്തം യൂസ് ചെയ്തുകൊണ്ട് എനർജി ഉണ്ടാക്കുക ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂലാവും കൂടുതൽ. കാരണം എന്താ? ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ ടിഷ്യൂവിൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടിഷ്യൂവിൽ എന്ത് നടക്കുന്നത്? ഡിസോസിയേഷൻ. സോ ലോ PO2. അതുകൊണ്ടാണ് ഡിസോസിയേഷൻ നടക്കുന്നത് ടിഷ്യൂവിൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഹൈ PO2. ഹൈ PO2. സെറ്റ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ എവിടെ കൂടുതൽ? ടിഷ്യൂ. അപ്പോൾ ടിഷ്യൂവിൽ ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഒരു ഘടകമാണ് എന്ത്? ഹൈ PCO2. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ PCO2 എന്ന പാർഷ്യൽ പ്രഷർ ഓഫ് CO2 കൂടുതലാണ്. അത് ഇവിടെ എന്താ? ലോ PO2. യൂസ് കോമൺ സെൻസ്, ഇങ്ങനെ പഠിക്കുക. സെറ്റല്ലേ മക്കളെ? ഇനി നമ്മുടെ ബോഡിയിൽ എപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിയാലും അപ്പോൾ H+ കോൺസെൻട്രേഷൻ കൂടും. സോ ഹൈ H+ കോൺസെൻട്രേഷൻ. H+ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്. ഇവിടെ ലോ PO2 അല്ല PCO2 കേട്ടോ, ലോ PCO2. ഇവിടെ PCO2 കുറവായതുകൊണ്ട് തന്നെ ലോ H+ കോൺസെൻട്രേഷൻ. ഇവിടെ H+ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സെറ്റല്ലേ? ഇനി അടുത്ത എന്താ കുട്ടികളെ? നമ്മുടെ ബോഡിയിൽ എവിടെ ടെമ്പറേച്ചർ എങ്ങനെ ഉണ്ടാവുന്നത്? മെറ്റബോളിസം നടന്നിട്ടല്ലേ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ മെയിൻലി ടിഷ്യൂകളിലല്ലേ കാര്യമായിട്ട് നടക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എവിടെയായിരിക്കും കൂടുതൽ? ടിഷ്യൂകളിൽ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? ഡിസോസിയേഷൻ ഫേവർ ചെയ്യപ്പെടും. ഹൈ ടെമ്പറേച്ചർ. ഇവിടെയോ? ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഡിസോസിയേഷനും ഫോർമേഷനും ഫേവർ ചെയ്യുന്ന ഫാക്ടറുകൾ കിട്ടിയില്ലേ? സോ ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫേവറിങ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെറ്റ് അല്ലേ? ഇത് എഴുതി വെച്ചാൽ മതി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് ചോദിക്കും, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്? പഠിച്ചല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം. അടുത്തത് ODC. എന്താണ് ODC എന്ന് ചോദിക്കും. ഓക്സിജൻ ഡിസോസിയേഷൻ. തീരാൻ പോവുക. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതാണ് ODC. അപ്പോൾ എന്താണ് ODC എന്ന് 1 മാർക്ക് ചോദ്യം വരും. എടാ, ODC സിംപ്ലി എ ഗ്രാഫ്. ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ നിങ്ങൾ എടുക്കേണ്ടത് PO2 ആണ്. വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എന്താ അറിയോ? പെർസെൻറ്റേജ് സാച്ചുറേഷൻ. നോക്ക്, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇതാണ് നമ്മൾ വൈ ആക്സിസിൽ. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണേ. ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഓൺ ദ വൈ ആക്സിസ് ആൻഡ് PO2 ഓൺ ദ എക്സ് ആക്സിസ്. ഇതാണ് ഉത്തരം പറയേണ്ടത്. സോ നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് ODC? എന്താ ഉത്തരം പറയുക? ഇറ്റ് ഈസ് സിംപ്ലി എ ഗ്രാഫ് വിത്ത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഓൺ ദ വൈ ആക്സിസ് ആൻഡ് PO2 ഓൺ ദ എക്സ് ആക്സിസ്. എന്താ ഈ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ? പൊന്നു മക്കളെ, നിങ്ങളെ ബോഡിയിൽ ഒരു 100 ഹീമോഗ്ലോബിൻ ഉണ്ട്. വെറുതെ ഇമാജിൻ ചെയ്യും. കോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ ഉണ്ട്. വെറുതെ 100 എന്ന് ഇമാജിൻ ചെയ്യും. അതിൽ 70 ഹീമോഗ്ലോബിനും ഓക്സിജനോട് ബൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്സിജനോട് അറ്റാച്ച് ആയി ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടുണ്ടെങ്കിൽ, then the percentage saturation is 70. റെഡി അല്ലേ? ഇനിയല്ല, 100 ഹീമോഗ്ലോബിൻ ഉണ്ട്, അതിൽ 50 ഓക്സിജനിലേക്ക് ബൈൻഡ് ആയിട്ടുള്ളൂ എങ്കിൽ 50 ആണ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ. സോ യു ഗോട്ട് പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്താണെന്നുള്ളത് കിട്ടി. സോ ദാറ്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. ആ ഒരു കണക്കിന് വൈ ആക്സിസിലും PO2 എക്സ് ആക്സിസിലും എടുത്ത് വരക്കുന്ന ഗ്രാഫാണ്. കിട്ടിയല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് നോർമൽ ODC? നിങ്ങൾ നോർമലി ഇങ്ങനെ ഒരു ഗ്രാഫ്, ഒരാളുടെ ബോഡിയിലെ അവസ്ഥ എടുത്ത് ഗ്രാഫ് വരച്ചാൽ എന്ത് ഷേപ്പാണ് കിട്ടുക? യു വിൽ ഗെറ്റ് എ ഷേപ്പ് ലൈക്ക് ദിസ്. എക്സാക്ട്ലി ഇങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ കിട്ടുക. അങ്ങനെയല്ല, ചെറുങ്ങനെ ഒരു ഇങ്ങനെ കിട്ടും. സോ ഈ ഷേപ്പ് എന്താ ചോദിക്കും.
അത് ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ദാറ്റ് ഈസ് സിഗ്മോയിഡ് കർവാണ് കിട്ടുക എന്ന് പറയും. ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് കോൾഡ് സിഗ്മോയിഡ് കർവ്. എന്താ പറയുക? സിഗ്മോയിഡ് കർവ്. ഇതാണ് നോർമൽ ഒ ഡി സിയുടെ ഷേപ്പ്. സോ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് നോർമൽ ഒ ഡി സി എന്ന് ചോദിക്കും. സോ ദാറ്റ് ഈസ് സിഗ്മോയിഡ് കർവ്. എന്താണ് സിഗ്മോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ്? ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ഒ ഡി സിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒ ഡി സി? ഒ ഡി സിയുടെ സിഗ്നിഫിക്കൻസ് എന്താ ചോദിക്കും. എടാ ഒ ഡി സിയുടെ സിഗ്നിഫിക്കൻസ് എന്താ അറിയോ? നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഹീമോഗ്ലോബിനോടുള്ള ഇഷ്ടം കുറയും. അതായത് മോർ ഡിസോസിയേഷൻ നടക്കും. ഇവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുകയല്ലേ മക്കളെ, ഡിവോഴ്സ് നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ തമ്മിലുള്ള അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അത് കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഫിനിറ്റി കുറയാ ചെയ്യുന്നത്. H+ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അഫിനിറ്റി കുറയാ ചെയ്യുന്നത്. PCO2 കൂടുമ്പോൾ അഫിനിറ്റി കുറയാ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയിട്ട് ഒ ഡി സി വരച്ചാൽ നോർമലി കിട്ടേണ്ട ഒ ഡി സിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടെ ഷിഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ റൈറ്റിലേക്ക് പോയിട്ടുള്ള കുറച്ചുകൂടെ ഇങ്ങനെ പരന്ന ഒരു ഒ ഡി സിയാണ് കിട്ടുക. നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇഷ്ടം. നോക്കൂ, അവർ തമ്മിലുള്ള ഫോർമേഷനാണ് നടക്കുന്നത്, കല്യാണം നടക്കുന്നത്, ഡിവോഴ്സ് അല്ല. അപ്പോൾ കല്യാണം നടക്കാൻ കൂടിച്ചേരുകയാണ്, അഫിനിറ്റി കൂടുകയാണ്. സോ നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർമേഷനാണ് നടക്കുക, അവർ തമ്മിൽ ഇഷ്ടം കൂടും. യെസ് ഓർ നോ? യെസ്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറച്ചിട്ട് ഞാനൊരു ഒ ഡി സി വരച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഗ്രാഫ് നോർമലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. സോ നമ്മൾ നിങ്ങളുടെ ബോഡിയിൽ ഉള്ള നോക്കൂ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് എന്താ പറയുക H+ കോൺസെൻട്രേഷൻ, ഇതൊക്കെ പഠിക്കാൻ സയൻറ്റിസ്റ്റുകൾ ഈ ഒ ഡി സി യൂസ് ചെയ്യുക ചെയ്തത്. ഒ ഡി സി എടുക്കും, നിങ്ങളുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുന്നു, ഒ ഡി സി വരക്കുന്നു. ഒ ഡി സി റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇഷ്ടം കുറയുന്നു എന്നാണ്. ഒ ഡി സി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞൊരു ഒ ഡി സി വരച്ചെടുത്തപ്പോൾ ലെഫ്റ്റിലേക്കാണ് കിട്ടിയതെങ്കിൽ, ആ കണക്കുകൾ വെച്ച് ആ അളവുകൾ വെച്ച് ഒ ഡി സി വരച്ചപ്പോൾ ലെഫ്റ്റിലേക്കാണ് കിട്ടിയതെങ്കിൽ ഇഷ്ടം കൂടി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് വ്യത്യസ്ത ഫാക്ടറുകളുടെ റോള് അറിയാൻ വേണ്ടിയിട്ട്, എഫക്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഓൺ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ, ഫോർമേഷനിലും ഡിസോസിയേഷനിലും ഒക്കെ വ്യത്യസ്ത ഫാക്ടറുകളുടെ റോൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒ ഡി സി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒ ഡി സി? എടാ PCO2 കൂടിയാൽ ഒ ഡി സി റൈറ്റിക്ക് പോവും, കുറഞ്ഞാൽ ഒ ഡി സി ലെഫ്റ്റിക്ക് വരും. H+ കോൺസെൻട്രേഷൻ കൂടിയാൽ റൈറ്റിക്ക് പോകും, കുറഞ്ഞാൽ ലെഫ്റ്റിക്ക് വരും. ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞു? കാരണം H+ കോൺസെൻട്രേഷൻ കൂടിയാൽ ഇഷ്ടം കുറയും, അപ്പോൾ ഒ ഡി സി റൈറ്റിക്ക് പോകും. അപ്പോൾ ഒ ഡി സിയുടെ ഷേപ്പിനെ ഇയാൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒ ഡി സി എന്ന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒ ഡി സി ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. അപ്പോൾ ഉത്തരം പറയേണ്ടത് എന്താ? ഈ 3 ആളുകൾ. PCO2 അങ്ങനെ പറയേണ്ടുള്ളൂ കേട്ടോ, ലോ ഹൈ എന്നൊന്നും പറയണ്ട. PCO2, H+ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കുട്ടികളെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ഈ കാര്യം റെഡി ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഈ കാര്യം റെഡി ആണെങ്കിൽ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ഇസാൻ, ഫാത്തിമ എന്താടോ ഒരു തമാശ പറയാൻ പറ്റൂല. തമാശ പറയാൻ പറ്റൂലെങ്കിൽ വീട്ടിൽ പോയി പറയടാ തമാശ. ലൈവിന്റെ ഇടക്കാണോ തമാശ പറയാൻ വന്നേക്കുന്നത്? ക്ലാസ് കാണാൻ പറ്റൂലേ പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ലൈവ് ക്ലാസ് വന്ന് അലമ്പാക്കാൻ വേണ്ടി കുറേ എണ്ണം വരും. കുട്ടികൾ പഠിക്കണം എന്ന് കരുതി എക്സാം സമയത്ത് ലൈവ് ഇട്ടാൽ അതിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി വരിക സാമൂഹിക ദ്രോഹികൾ അല്ലേ? റെഡിയാണോ മക്കളെ? പഠിക്കാൻ വരാത്ര പോയി വേറെ വല്ല പണിയും ചെയ്യേ. വെറുതെ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് കേരെ സാമൂഹിക ദ്രോഹമാണ് ഇതൊക്കെ. ഈ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഈ റോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, റോട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ വായി നോക്കാനൊക്കെ ഈ പറമ്പത്തിരിക്കുമല്ലോ സാമൂഹിക ദ്രോഹികൾ. അവർക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല. അങ്ങനെ ഇരിക്കുന്നവന്മാരാണ് ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഈ പ്രിക്കേഴ്സേഴ്സ് ആണിത്. ഇപ്പം അങ്ങനെ ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുക. പോയി വല്ല ഒന്നൊക്കെ കിടന്നുറങ്ങാം, അവനാന് താല്പര്യമില്ലേ പോയി സിനിമ കാണാൻ, കിടന്നുറങ്ങാം. എന്തിനാ ഈ ലൈവിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത്?
Okay, so let's talk about carbon dioxide transport. എടാ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് മാത്രമേ എഴുതണ്ടുള്ളൂ. ഫാക്ടേഴ്സ് എന്താണെന്ന് 1 മാർക്കിനാണ് ചോദിക്കുക. ഇനി ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താ പറയുക ODC എന്ന് ചോദിച്ചിട്ട് 3 മാർക്കിന് ചോദിച്ചാലോ? അപ്പോൾ നമ്മൾ പറയാം when H plus increases ODC shift to right, when H plus decrease ODC shift to left. അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. മനസ്സിലായില്ലേ? സ്കൂൾ എക്സാമിന് നിങ്ങളുടെ ടീച്ചേഴ്സ് ഭയങ്കര ടഫാക്കും, ടൈറ്റ് ആക്കും. എന്താ അറിയോ, നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പിക്കണല്ലോ ഞങ്ങളുടെ സബ്ജക്റ്റ് ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ഇതാണ്, ഭയങ്കര സിമ്പിളാവുന്ന ഞങ്ങൾക്ക് ഒരു അഹങ്കാരം തോന്നിയാലോ, ഓരോ വില തോന്നൂലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചോട്ടെ വെച്ചിട്ട് അത് നോക്കണ്ട. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടും. നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്ക്, എജു പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് എഴുതിയിട്ട് അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ലേന്ന്. യു ജസ്റ്റ് ആസ്ക് ദം കേട്ടോ. അത്തരം പേടിയൊന്നും വേണ്ട. നിങ്ങൾ എന്താ പറയുക, ബോർഡ് എക്സാമിന് യു വിൽ ഗെറ്റ് ദ മാർക്ക്. ഓക്കെ, 1 മാർക്കിന് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ODC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എഴുതിയാൽ മതി. 1 മാർക്കിന് ചോദിച്ചാൽ 3 ഫാക്ടറുകൾ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ 1 മാർക്കിന് ചോദിക്കുമ്പോൾ 3 ഫാക്ടറുകൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിന് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോ when H plus increase ODC shift to right, when H plus decrease ODC shift to left. അങ്ങനെ എഴുതി വെച്ചാൽ വളരെ നല്ലത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇൻക്രീസ് ആയാലും എടാ H പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എന്താ അർത്ഥമുള്ളൂ? ഒന്നുക്കെ കൂടും അല്ലെങ്കിൽ കുറയുന്നല്ലേ അർത്ഥമുള്ളൂ. H പ്ലസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതല്ലാതെ അതിൽ വേറെ പോസിബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ODC എന്ന് ചോദിച്ചാൽ H പ്ലസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? നോ, H പ്ലസ് ഈസ് എ ഫാക്ടർ അഫക്റ്റിംഗ് ODC. ഇത് ഇൻക്രീസ് ആയാലും അഫക്റ്റ് ആവും, ഡിക്രീസ് ആയാലും അഫക്റ്റ് ആവും. ഇൻക്രീസ് ആയാൽ മാത്രമേ അഫക്റ്റ് ആവുള്ളെങ്കിൽ നമുക്കത് എഴുതി വെക്കാം. എന്ത്? H പ്ലസ് ഇൻക്രീസസ് എന്ന് എഴുതി വെക്കാം അല്ലേ? അപ്പോൾ ജസ്റ്റ് അത് എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. നോക്ക്, നിങ്ങളുടെ ടിഷ്യൂകളിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നല്ലൊരു ശതമാനവും ഇങ്ങനെ ബ്ലഡിലേക്ക് വന്നിട്ട് ബ്ലഡിൽ RBCക്കകത്തേക്ക് കയറിപ്പോവും. സെറ്റല്ലേ? പക്ഷേ ഒരു 7% ബ്ലഡിലെ പ്ലാസ്മയിൽ ലയിച്ച് കിടക്കും. എത്ര ശതമാനടാ? 7%. അപ്പോൾ 7% 7% ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ബാക്കിയുള്ള ഏകദേശം 90 ഉണ്ടോ? ആർക്കോ ഫുൾ മാർക്ക്? പാട്രിക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി ഈ വഴി പോയപ്പോൾ വന്നതാണ്. ഓക്കെ പാട്രിക്, നൈസ്, ഗ്രേറ്റ്. അപ്പോൾ നോക്ക്, ഇത് കഴിഞ്ഞ നിങ്ങളെ ഈ തൊട്ട് മുന്നത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളെ മുന്നുള്ളവന്മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനെങ്കിലും ഉണ്ടായി, നിങ്ങൾക്ക് അതും ഇല്ല. ഇപ്പോൾ +2ൻ്റെ കൂടെ ഒന്നും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യലൊന്നും നടക്കൂല, നടപടിയാവില്ല. വേണമെങ്കിൽ പഠിച്ചോ എക്സാമിനാണ്. അവരെ കഴിഞ്ഞ് ഇമ്പ്രൂവ്മെൻറ്റ് ചോദിച്ച ചോദ്യം 7% ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. ഈ പ്ലാസ്മ എന്ന് പറയുന്ന വാട്ടർ അടങ്ങിയ ഭാഗത്ത് ഡിസോൾവ് ചെയ്ത് കിടക്കും, ലയിച്ച് കിടക്കും. ബാക്കിയുള്ള ഒരു RBCക്കകത്തേക്ക് കയറിപ്പോകും. ഈ RBCയിലേക്ക് കയറുന്നതിൽ തന്നെ നമുക്കറിയാം ടിഷ്യൂലേക്ക് എത്തിയാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ആവുമെന്ന് നമുക്കറിയാം. ഹീമോഗ്ലോബിൻ വീണ്ടും സിംഗിൾ പസംഗയായി മാറി. നോക്കൂ, കാരണം RBCക്കകത്ത് വെച്ച് ഹീമോഗ്ലോബിനും ഓക്സിജനും കല്യാണം കഴിക്കും, അവർ കമ്മിറ്റഡ് ആയി. പക്ഷെ ഇവിടെ എത്തിയാൽ ഒരു അടിച്ചു പിരിയും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഫ്രീ ആണ്. ടിഷ്യൂയുടെ ഭാഗത്തുള്ള RBCകളിലുള്ള ഹീമോഗ്ലോബിൻ ഫ്രീ ആണ്, സിംഗിൾ ആണ് അല്ലേ? സോ സിംഗിൾ റെഡി ടു മിംഗിൾ ആണ്. അപ്പോൾ ഈ വരുന്ന RBCയിലെ ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു ശതമാനം RBCയിലേക്ക് കയറുകയും എന്നിട്ട് RBCക്കകത്ത് സിംഗിൾ പസംഗയായിട്ട് ഇങ്ങനെ സിംഗിൾ റെഡി ടു മിംഗിൾ ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇറ്റ് ഫോം എ സ്ട്രക്ചർ കോൾഡ് കാർബമിനോ ഹീമോഗ്ലോബിൻ. എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ? ഒന്ന് പറഞ്ഞേ, കാർബമിനോ ഹീമോഗ്ലോബിൻ. ഏകദേശം ഒരു 20 മുതൽ 25% ഇടയിൽ ഇത്രയും ആളുകളാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുക. ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്തുകൊണ്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നത് ഏകദേശം 20 മുതൽ 25% ആളുകളാണ്. സെറ്റല്ലേ? എടാ ഇവരുടെ വിധി എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരിങ്ങനെ സഞ്ചരിച്ചിട്ട് ആൽവിയോളസിലേക്ക് എത്തുകയാണ്. ഇവരിങ്ങനെ സഞ്ചരിച്ചിട്ട് ആൽവിയോളസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഹീമോഗ്ലോബിൻ്റെ സ്വഭാവം നമുക്കറിയാം. ആൽവിയോളസ് എത്തിയാൽ ആരെ ഒഴിവാക്കും കുട്ടികൾ? ആരെ ഡിവോഴ്സ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിവോഴ്സ് ചെയ്യും. പിന്നെ ഓക്സിജന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. എന്നിട്ട് ഇവിടെ എത്തിയ ഓക്സിജനോട് ബൈൻഡ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിവോഴ്സ് ചെയ്യും. ആ പാവം കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ആൽവിയോളസിലേക്ക് കയറിപ്പോയിക്കോളും. ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, എടാ അയാളും സിമ്പിളായിട്ട് ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണം ആൽവിയോളസിലേക്ക് അവിടേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് കാരണം ഈ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന 7% ആൽവിയോളസിലേക്ക് കയറിപ്പോവും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? ഓക്കെ,
അപ്പോൾ നോക്കൂ, ഈ രീതിയിലാണ് ഇവരുടെ ട്രാൻസ്പോർട്ട്. സോ അറ്റ് ടിഷ്യൂ വാട്ട് ഹാപ്പൻസ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോംസ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ബട്ട് വെൻ ദിസ് RBC റീച്ചസ് ആൽവിയോളസ്, ഈ RBC സഞ്ചരിച്ച് ആൽവിയോളസിലേക്ക് എത്തിയാലോ കാർബമിനോ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ആകും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ഇൻ ടു ആൽവിയോളസ്, ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറിപ്പോവും. സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം. നൗ ഇനിയിപ്പോൾ ബാക്കി എത്രയുള്ളത്? ഏകദേശം ഒരു 30%-ഓളപ്പായി. ഇനി ബാക്കി ഒരു 70%, ഒരു 70% എന്താ സംഭവിക്കാറ്? നല്ലോണം ശ്രദ്ധിച്ചോ. 70% കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് കയറിപ്പോയിട്ട്, RBCയിലേക്ക് കയറി വരും. ഇവിടുന്ന് ടിഷ്യൂവിൽ നിന്ന് ബ്ലഡിലേക്ക് വന്ന് അവിടുന്ന് RBCയിലേക്ക് തന്നെ കയറി വരും. എന്നിട്ട് RBCയിൽ വെച്ചിട്ട് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കും. ആരുമായിട്ട് റിയാക്ഷൻ നടക്കും? വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ട് H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ടാകും. ഈ ആസിഡിന് വീണ്ടും റിയാക്ഷൻ നടക്കും. അങ്ങനെ ഇറ്റ് ഫോം H+, അതിൻ്റെ കൂടെ തന്നെ പ്ലസ് HCO3 മൈനസ് എന്ന് പറയുന്നൊരു അയോണും ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവുന്നത്? H+ഉം HCO3 മൈനസും. അപ്പോൾ നോക്കൂ, RBCക്കകത്ത് വെച്ചിട്ട് CO2ഉം വാട്ടറും കൂടെ റിയാക്ഷൻ നടക്കുന്നു, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ബൈകാർബണേറ്റ് അയോൺ ഉണ്ട്, കാർബോണിക് ആസിഡ് H2CO3 അങ്ങനെ എഴുതാൻ പഠിച്ചാൽ മതി. അത് പിന്നീട് വീണ്ടും റിയാക്ഷൻ നടന്ന് ഡിസോസിയേഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് HCO3 മൈനസ് ഇങ്ങനെ ഒരു അയോൺ ഉണ്ടാകുന്നു. സെറ്റ് അല്ലേ? സോ ദിസ് അയോൺ ഈസ് കോൾഡ് ബൈകാർബണേറ്റ് അയോൺ. എന്താണ് കുട്ടികളെ? ബൈകാർബണേറ്റ് അയോൺ എന്നാണ് പറയുന്നതിന്. ശ്രദ്ധിക്കട, ഇത്തരം റിവേഴ്സിബിൾ റിയാക്ഷനുകളുടെ പ്രത്യേകത നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സിബിൾ റിയാക്ഷനുകളുടെ പ്രത്യേകത ഇവിടെ നോക്കി, ഇവരാണ് റിയാക്റ്റൻറ്റുകൾ. ഈ റിയാക്ഷൻ നടന്ന ആദ്യം കിട്ടുന്ന പ്രൊഡക്റ്റാണിത്, പിന്നെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഇവർ രണ്ടുപേരും. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ പ്രത്യേകത, ഈ ഭാഗത്തെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടിയാൽ, ശ്രദ്ധിച്ചോ, ഈ ഭാഗത്തെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ ഏതിൻ്റെയെങ്കിലും കൂടിയാൽ റിയാക്ഷൻ ഈ ദിശയിൽ നടക്കും. എന്നിട്ട് കൂടുതൽ ബൈകാർബണേറ്റ് ഉണ്ടാകും. ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാകും. ഇവരുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ റിയാക്ഷൻ ഇങ്ങനെ നടക്കും. അതായത് ഇവരുടെ കോൺസെൻട്രേഷൻ കുറവ്, ഇവരത് കുറവാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരതാണ് അതിനേക്കാളും കൂടുതൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഈ ദിശയിലാണ് നടക്കുക, മോർ ബൈകാർബണേറ്റ് ഉണ്ടാകും. നോക്കൂ, നമ്മുടെ ടിഷ്യൂവിൽ നിരന്തരമായിട്ട് ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ RBCയിലേക്ക് വരികയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് റിയാക്ഷൻ ഈ ദിശയിൽ നടക്കുകയും കൂടുതൽ ബൈകാർബണേറ്റ് അയോണുകൾ ഉണ്ടാവുകയും ചെയ്യും. എന്താണ് കുട്ടികളെ? ബൈകാർബണേറ്റ് അയോൺ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ RBC സഞ്ചരിച്ച് ആൽവിയോളസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആൽവിയോളസിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കുറയും. അതായത് ഇവരുടെ കോൺസെൻട്രേഷൻ കുറയാന്ന് പറഞ്ഞാൽ ഇവർ കുറവും ഇവർ കൂടുതലുള്ളൊരവസ്ഥയാവും. അപ്പോൾ ആൽവിയോളസിൻ്റെ അവിടെ വെച്ചാൽ ഈ റിയാക്ഷൻ ഇങ്ങനെ ബാക്കിലേക്കാണ് നടക്കുക, എന്നിട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടും. ശ്രദ്ധിക്കും മക്കളെ, ടിഷ്യൂവിൽ വെച്ചിട്ട് ഇവരിങ്ങനെ കൂടിച്ചേർന്ന് നിരന്തരമായിട്ട് ധാരാളം ബൈകാർബണേറ്റ് അയോൺ ഉണ്ടാകും. ക്യാൻ യു സീ ദിസ്? ആൻഡ് വെൻ ദിസ് RBC ബ്ലഡിലൂടെ സഞ്ചരിച്ച് ആൽവിയോളസിലേക്ക് എത്തിയാൽ the reaction takes place in reverse direction അല്ലെങ്കിൽ backward direction and carbon dioxide is formed. മനസ്സിലായോ? ആൽവിയോളസിൽ വെച്ച് ഇവരൊക്കെ ഈ ബൈകാർബണേറ്റുകൾ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു ആൽവിയോളസ്. സെറ്റാണോ? അപ്പോൾ 70% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ് അയോൺ ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ബൈകാർബണേറ്റ് അയോൺ ആയിട്ടാണ് 70% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 7% ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ, 20 to 25% കാർബമിനോ ഹീമോഗ്ലോബിൻ സ്റ്റേറ്റിൽ, 70% ഈസ് ട്രാൻസ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ് അയോൺ. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് ചോദിക്കും, RBCയിൽ ഈ റിയാക്ഷൻ നടക്കാൻ കാരണക്കാരനാകുന്ന എൻസൈം ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആരാടാ? കാർബോണിക് എൻഹൈഡ്രേസ്. ആ എൻസൈമാണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ദിസ് ഈസ് കാറ്റലൈസ്ഡ് ബൈ കാർബോണിക് എൻഹൈഡ്രേസ്. റെഡി ആണോ മക്കളെ? കാർബോണിക് എൻഹൈഡ്രേസ്.
So the reaction takes place in forward direction at the ടിഷ്യൂവിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അറ്റ് ദ ടിഷ്യൂ സൈറ്റ്, ടിഷ്യൂവിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഫോർവേഡ് ഡിറക്ഷൻ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് ആർ ഫോംഡ്. ആൻഡ് വെൻ ദിസ് സെയിം RBC റീച്ചസ് alveolus, the reaction takes place in backward direction and carbon dioxide is formed, and that carbon dioxide diffuse into alveolus. ആ carbon dioxide alveolusലേക്ക് കയറിപ്പോയിക്കോളും. Is that clear? Is that clear? Clear ആണെങ്കിൽ കുറച്ച് ലവ് സിമ്പിൾ ഇട്ടേ മക്കളെ. ക്ലിയർ ആണെങ്കിൽ കുറച്ച് ലവ് സിമ്പിൾ ഇട്ടേ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ലവ് സിമ്പിൾ ഇട്ടേ. ഓക്കെ, വെരി ഗുഡ്. റെഡി, ഓക്കെ, ഗുഡ്. നോക്കൂ മക്കളെ, ഇനി റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന പല ഭാഗങ്ങളും നമ്മുടെ ബ്രെയിനിലുണ്ട്. നമ്മുടെ ബ്രെയിനിന് കുറേ ഭാഗമുണ്ട്. നമുക്കറിയാം, വി ഹാവ് സെറിബ്രം, സെറിബെല്ലം, മിഡ് ബ്രെയിൻ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അതിൽപ്പെട്ട 2 ഭാഗങ്ങളാണ് പോൺസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ. പറഞ്ഞേ, പോൺസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലുള്ള ഒരു റെഗുലേഷൻ, റെസ്പിറേഷൻ്റെ റെഗുലേഷൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. ഇയാൾ എവിടെയാണ് കുട്ടികളെ ലൊക്കേറ്റ് ആയിട്ടുള്ളത്? നമ്മുടെ ബ്രെയിനിൻ്റെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ, സോ അവിടെയാണ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. ഇയാളുടെ റോൾ എന്താണെന്ന് ചോദിക്കും. സോ ഇറ്റ് ഈസ് ദ പ്രൈമറി സെൻറ്റർ ഫോർ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന പ്രൈമറി സെൻറ്റർ എന്ന് പറയുന്നത് ഇയാളാണ്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് നോർമൽ റെസ്പിറേറ്ററി റിഥം. നമ്മൾ പോലും അറിയാതെ നിരന്തരമായിട്ട് റെസ്പിറേഷൻ ചെയ്യുന്നില്ലേ, ബ്രീത്തിങ് ചെയ്യുന്നില്ലേ, അതാ ഉദ്ദേശിക്കുന്നത്. ആ ബ്രീത്തിങ്ങിൻ്റെ റിഥം നോർമലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൽ നിന്ന് നിരന്തരമായി സിഗ്നൽ വരുന്നതുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി സെൻറ്റർ ഫോർ റെഗുലേഷൻ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ നോർമൽ റെസ്പിറേറ്ററി റിഥം. സെറ്റാണല്ലോ? ഈ 2 പോയിന്റാണ് എഴുതേണ്ടത്. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗമാണ് പോൺസ്. എന്താണ്? പി വെച്ച് തന്നെയാണ് ആ ഭാഗത്തിൻ്റെ പേര് തുടങ്ങുന്നത്. പോൺസ്, PONS ട്ടാ, പോൺസ്. ആ പോൺസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു റെഗുലേഷന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. നമ്മുടെ ബ്രെയിനിലെ പോൺസിലുള്ള റെസ്പിറേഷൻ്റെ റെഗുലേഷന് സഹായിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇയാളുടെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. എന്താ ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നോക്ക്. ഞാൻ കുറേ സമയത്തേക്ക് ഇൻസ്പയർ ചെയ്തു അല്ലേ, ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കൂടി. പക്ഷെ അപ്പോഴോ ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു. അങ്ങനെ ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറക്കുന്ന ഒരാളാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. നോക്ക്, ന്യൂമോടാക്സിക് സെൻറ്റർ ആണോ? അല്ല. ന്യൂമോടാക്സിക് സെൻറ്റർ എന്താ ചെയ്യുക? ഡ്യൂറേഷൻ കുറക്കും. നമ്മൾ കിതക്കുന്നൊക്കെ സമയത്ത് കണ്ടില്ല അല്ലേ? സോ ഡ്യൂറേഷൻ കുറവാണ് ഇൻസ്പിരേഷൻ. സോ ഇറ്റ് ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. സെറ്റ് അല്ലേ? അടുത്താണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇയാളുടെ പണി എന്താന്ന് ചോദിക്കും. ഇറ്റ് ഈസ് നോക്കൂ, കീമോ സെൻസിറ്റീവ് ഏരിയ അല്ലേ? ഇയാളും ഈ മെഡുല്ലയിൽ തന്നെയാണ് ഇയാളുള്ളത്. റെസ്പിറേറ്ററി റിഥം സെൻറ്റർ ഇരിക്കുന്ന മെഡുല്ലയിൽ തന്നെയാണ് കീമോ സെൻസിറ്റീവ് ഏരിയയും ഉള്ളത്. ഇയാളുടെ പണി എന്താണെന്നറിയോ? ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. നമ്മുടെ ബ്രെയിനിലുള്ള ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. നമ്മുടെ ബ്രെയിനിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ൻ്റെയും കോൺസെൻട്രേഷനെ നോക്കുക, അളക്കുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ. എന്നിട്ട് ഇറ്റ് സെൻഡ് സിഗ്നൽ ടു റിഥം സെൻറ്റർ. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതലാണെങ്കിൽ വേഗം റെസ്പിറേഷനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കോ എന്ന് ഇയാൾ റെസ്പിറേറ്ററി റിഥം സെൻറ്ററിന് സിഗ്നലിനെ കൊടുക്കും. സോ ഇയാൾ നമ്മളെ സഹായിക്കുന്നത് നോക്കൂ, ടു
ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. ക്ലിയർ അല്ലേ കുട്ടികളെ? ടു മെഷർ CO2 ആൻഡ് H+ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലെ CO2ൻ്റെയും H+ൻ്റെയും ഒക്കെ അളവ് അറിയാനാണ് ഇയാൾ നമ്മളെ സഹായിക്കുന്നത്. നൗ ഡിസോർഡേഴ്സ്. ഒന്ന് ആസ്മ. സോ ആസ്മ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ദർ വിൽ ബി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആസ്മ ഉള്ള ആളുകൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അതാണ്, ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെയോ വലിവ് എന്ന് പറഞ്ഞൊരു സൗണ്ടാണ്, അങ്ങനെ സൗണ്ട് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് വീസിങ്. എന്താണ് മക്കളെ സ്പെല്ലിംഗ് നോക്ക്? വീസിങ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? വീസിങ് പോസിറ്റീവ്, അതായത് വീസിങ് ഉണ്ടാകും. അടുത്ത ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇൻഫ്ലമേഷൻ, വീക്കം വരിക. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. ബ്രോങ്കസിനും ബ്രോങ്കിയോളിനൊക്കെ വീക്കം വരുന്നത് കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? സോ ആസ്മ ഈസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആൻഡ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. സെറ്റ് ആണല്ലോ? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആൻഡ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. അതിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. 2 എംഫൈസിമ. സോ വാട്ട് ഈസ് എംഫൈസിമ? ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ സിഗരറ്റ് ഒരിക്കൽ പോലും യൂസ് ചെയ്യാത്ത എൻ്റെ വല്യമ്മക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മമ്മക്ക് എംഫൈസിമ വന്നല്ലോ സാർ. അപ്പോൾ സാർ എന്താ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ എൻ്റെ വല്യമ്മ അമ്മമ്മ ഞാൻ അറിയാതെ സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. പക്ഷേ സിഗരറ്റ് സ്മോക്ക് ചെയ്താൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടും. അതാണ്, സിഗരറ്റ് വലിച്ചില്ലെങ്കിലും വരാം, പക്ഷെ വലിച്ചാൽ വളരെ സാധ്യത കൂടും. വൺ ഓഫ് ദ റീസൺ ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ് കാരണം വാൾസ് ഓഫ് ആൽവിയോളൈ, ഓക്കെ, ആൽവിയോളാർ വാൾ ആർ ഡാമേജ്ഡ്. ആൽവിയോളസിന്റെ വാൾ മൊത്തം ഡാമേജ്ഡ് ആകും. ക്ലിയർ അല്ലേ? ആൽവിയോളസിന്റെ വാൾ മൊത്തം ഡാമേജ് ആകും. അങ്ങനെ ആൽവിയോളസിന്റെ വാൾ ഡാമേജ് ആയാൽ നമുക്കറിയാം ഈ ആൽവിയോളസിലൂടെയാണ് ബ്ലഡിലേക്ക് ഓക്സിജൻ പോകുന്നതും ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരുന്നതും. ഈ ഡിഫ്യൂഷൻ, ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ആൽവിയോളസിന്റെ വാൾ ഡാമേജ് ആവരുത്, അവിടെ വേണം. പക്ഷെ ആൽവിയോളാർ വാൾ ഡാമേജ് ആയാൽ ഈ സർഫേസ്, ഈ ഡിഫ്യൂഷൻ നടക്കാനുള്ള സർഫേസ് നഷ്ടപ്പെടൂലേ? ആ ഉപരിതലം നഷ്ടപ്പെടൂലേ? യെസ്. സോ ദാറ്റ് ലീഡ് ടു ഡിക്രീസ് ഇൻ റെസ്പിറേറ്ററി സർഫേസ്. അതിന്റെ അർത്ഥം എന്താ? ഈ ആൽവിയോളസിന്റെ വാൾ ഡാമേജ് ആയാൽ ഈ ഡിഫ്യൂഷൻ നടക്കാനുള്ള സർഫേസ് നഷ്ടപ്പെടും. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ലീഡ് ടു ഡിക്രീസ് ഇൻ റെസ്പിറേറ്ററി സർഫേസ്. റെസ്പിറേറ്ററി സർഫേസ് കുറയാൻ കാരണമാകും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ കുട്ടികളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആസ്മ പഠിച്ചു, എംഫൈസിമ പഠിച്ചു അല്ലേ? ഇനി അടുത്തതാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ നോക്ക്? ഡ്യൂ ടു ക്രോണിക് ഡസ്റ്റ് എക്സ്പോഷർ. എന്താ ക്രോണിക് എന്ന് പറഞ്ഞാൽ? നിരന്തരമായിട്ട് കാലാകാലം ഡസ്റ്റുമായിട്ട് എക്സ്പോഷറിൽ വരിക, കോണ്ടാക്ട്, ഡസ്റ്റ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുക. അപ്പോൾ ഡസ്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളിൽ, പൊടിപടലങ്ങളുള്ള ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഡ്യൂ ടു ക്രോണിക് ഡസ്റ്റ് എക്സ്പോഷർ, നിരന്തരമായിട്ട് ഡസ്റ്റുമായിട്ട് അവർ എക്സ്പോഷർ വന്ന ലങ്ങിലേക്ക് ഡസ്റ്റ് ഇങ്ങനെ എത്തിയാൽ ആൽവിയോളസിലൊക്കെ ഫൈബ്രോസിസ് ഉണ്ടാകും. എന്താണ് കുട്ടികളെ? ലങ് ഫൈബ്രോസിസ് ഒക്കേഴ്സ്. എന്താണ്? ലങ്ങിന് ഫൈബ്രോസിസ് ഉണ്ടാവും. ലങ് ഫൈബ്രോസിസ് ഒക്കേഴ്സ്. ലങ്ങിന് ഫൈബ്രോസിസ് സംഭവിക്കും. വാട്ട് ഈസ് ഫൈബ്രോസിസ്? ഡെവലപ്മെന്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ഇൻ ദ ലങ്. ലങ്ങിൽ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാവാൻ തുടങ്ങും. എടാ, ലങ്ങിൽ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ നല്ലതല്ലേ സാറേ, ടിഷ്യൂ ഇങ്ങനെ ഉണ്ടാവില്ല ലങ്ങിൻ്റെ ഉള്ളിൽ നിന്ന്. ചെങ്ങൈമാർ, എന്നാൽ പിന്നെ ലങ്ങിൻ്റെ ഉള്ളിൽ നിറയെ ബോണൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലെ, എല്ലൊക്കെ ലങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ. ലങ്ങിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവിടെ ടിഷ്യൂ ഉണ്ടാക്കുക. നോ, ലങ്ങിൽ അവിടെ എന്താണ് ഡിഫ്യൂഷൻ ഒക്കെ നടക്കണം. അപ്പോൾ ഫൈബ്രസ് ടിഷ്യൂ വളർന്നാൽ ആ പണി നടക്കൂല മക്കളെ, ആ പണി മൊത്തം അവതാളത്തിലാവും. സോ ഡെവലപ്മെന്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ഇൻ ദ ലങ്, അതാണ് ലങ് ഫൈബ്രോസിസ്. അപ്പോൾ ലങ്ങിൻ്റെ പണി നടക്കൂല, ഡിഫ്യൂഷൻ നടക്കൂല. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഡ്യൂ ടു ക്രോണിക് ഡസ്റ്റ് എക്സ്പോഷർ ഇൻ എന്താ പറയുക, എംപ്ലോയീസ് ഓഫ് ഡസ്റ്റ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രി, ഡസ്റ്റ് ഉണ്ടാകുന്ന ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും കുട്ടികളെ? പ്രൊട്ടക്റ്റീവ് മാസ്ക് ധരിക്കുക. ആ 5 രൂപയ്ക്ക് കിട്ടുന്ന മറ്റേ മാസ്ക് ഇല്ലേ, സർജിക്കൽ മാസ്ക്, അതല്ല.
അത് വെച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതിന് സ്പെഷ്യൽ മാസ്കുകളുടെ അത് യൂസ് ചെയ്യുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് മാസ്ക്സ് യൂസ് ചെയ്യുക, മാസ്കുകൾ യൂസ് ചെയ്യുക. പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ്, ഇടക്കിടക്ക് ഡോക്ടർമാരൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ടോ, ഞങ്ങൾ പണിയെടുപ്പിച്ച് ഇവർക്ക് ഫൈബ്രോസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് ചെക്കപ്പ് ചെയ്യണം. പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്സ്. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. മുതലാളിത്ത ആളുകളാവരുത്, ഇമ്പീരിയലിസ്റ്റ് ആവരുത്, കുറച്ചൊക്കെ സോഷ്യലിസം വേണം. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ തൊഴിലാളികൾക്ക് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് രോഗം വരുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ഉറപ്പ് വരുത്തണം. ക്ലിയർ ആണല്ലോ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. അതിനുവേണ്ടി ഇന്ത്യയിൽ പ്രത്യേക ആക്ട് ഒക്കെ ഉണ്ട്. എംപ്ലോയീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയ പോലെ തൊഴിലാളികൾ അങ്ങനെ കനിയിലൊന്നും ജോലി ചെയ്യിപ്പിക്കാനൊന്നും പറ്റൂല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് ശക്തമായ ഫൈനൊക്കെ കിട്ടും. നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നിങ്ങൾ IAS ആയിട്ട് IPSകാരും IAS ആയിട്ട് നിങ്ങൾ ഒരുപാട് ഇത്തരം ഇതിനൊക്കെ ഭാഗമായിരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ കേട്ടോ. അപ്പോൾ തീർന്നു. അപ്പോൾ ഓക്കെ മക്കളെ, റെഡി അല്ലേ? സിലിക്കോസിസ്, ആസ്പെറ്റോസിസ്, അതേപോലെ ബിസിനോസിസ്, ബഗാസോസിസ് എന്നൊക്കെ പറഞ്ഞ അനേകം ഡിസീസുകളുണ്ട്. ഓക്കെ സാർ, CO2 ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, ഒട്ടുമല്ല. ആ ക്ലാസ് ഭാഗം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തൊട്ട് മുന്നത്തെ എക്സാമിന് 3 മാർക്കിന് അതാ ചോദിച്ചതെന്ന്. എന്നിട്ട് വീണ്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ സാറേ അത് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, നമ്മൾ പഠിക്കണ്ട, അത് വെറുതെ കൊടുത്താണ്. NCERT ഉണ്ടാക്കിയവർക്ക് ഒരു സന്തോഷത്തിനേ അങ്ങനെ കൊടുത്തതാ കേട്ടോ. ഓക്കെ ശരി. സെറ്റല്ലേ? ആ ഫാത്തിമ ഒക്കെ കണ്ടില്ല അവിടെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ. ഇതൊക്കെ ശരിക്കും പെമ്പിള്ളേരെന്നാ? പെമ്പിള്ളേർ ഇങ്ങനെ ദുരന്തങ്ങളാണോ? വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത്. ഞാൻ കരുതുന്നത് പെമ്പിള്ളേരെങ്കിലും കുറച്ച് മെച്ചുണ്ടാവുന്ന. അബദ്ധം തന്നെ മൊത്തത്തിൽ. സാർ ഫുൾ എങ്ങനെയാ കലിപ്പിലാവാതിരിക്കുക? ഈ ചാപ്റ്റർ സെറ്റായല്ലേ സാർ? ബയോമോളിക്കൂൾ എടുക്കണേ. ഓക്കെ, സെറ്റാക്കാം. എങ്ങനെ കലിപ്പിലാവാതിരിക്കുക? പരീക്ഷ സീസണാണ്. അവിടെ ഇങ്ങനെ വന്നിട്ട് ഈ അമ്മായിമാരൊക്കെ ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കുകയാണ്. അമ്മാവന്മാർ ചിലക്കുന്നത് പോട്ടെ, ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞാൽ വല്ല കരിങ്കല്ലേറ്റാനോ ഞാൻ പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് തേപ്പിനോ പോവും. ഈ അമ്മായിമാരുണ്ടോ തേപ്പിന് പോകണോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്ത്രീ വിരുദ്ധത പറയൊന്നുമല്ല. ബിൽഡിങ്ങിൻ്റെ മുകളിലെല്ലാം കയറി തേപ്പ് പറഞ്ഞാൽ കായികക്ഷമത ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ. അത് അങ്ങനെയാണ്, അങ്ങനെ ദൈവം സൃഷ്ടിച്ചുള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ ഒളിമ്പിക്സ് ഒക്കെ എടുത്തു നോക്ക്, ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സഡ് ആയിട്ട് ഓട്ടം വെക്കാറിനോ? വിമണ്ണ് വേറെ ആണ്, മെയിലിൽ വേറെയാണ്. മെയിൽ വിഭാഗം വേറെയാണ്, സ്ത്രീ വിഭാഗം പുരുഷ വിഭാഗം എന്ന് പറഞ്ഞിട്ടാണ് എന്തുണ്ടാവുക? ഓട്ടമായാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അത്ലറ്റിക്സ് ആയാലും വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഏത് റെക്കോർഡ് എടുത്തോ, വെയിറ്റ് ലിഫ്റ്റിംഗിൻ്റെ റെക്കോർഡ് എടുത്തോ, ആണുങ്ങളുടെ റെക്കോർഡ് എത്രയോ ഹൈ ആയിരിക്കും പെണ്ണുങ്ങളെക്കാൾ. ഓക്കെ, അതേപോലെ ഓട്ടത്തിൻ്റെ റെക്കോർഡ് എടുത്തോ, ആണുങ്ങളുടെ റെക്കോർഡ് പെണ്ണുങ്ങളെക്കാൾ എത്രയോ ഹൈ ആയിരിക്കും. ദ റീസൺ ഈസ് ഫിസിക്കൽ സ്ട്രെങ്ത് ആണുങ്ങൾക്കാണ് കൂടുതലായി. അപ്പോൾ നിങ്ങൾ എഴുതും ആണുങ്ങൾ ഭയങ്കര സംഭവമാണോ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയിട്ടെന്ന്? എടാ, ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല മനുഷ്യർ എത്രത്തോളം ഉന്നതനാണെന്ന് തീരുമാനിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരുന്നു ഒരാളുടെ ഔന്നിത്യത്തിന്റെ അടയാളങ്ങൾ. ഈ ലോകത്തെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് നീലത്തിമീങ്കലാണ്. ഏറ്റവും നല്ല ആള്, ഏറ്റവും എന്താ പറയാ, ആദരവ് അർഹിക്കുന്ന ആൾ നീലത്തിമീങ്കലവും ആനയും ഒക്കെയാണ്. ആഫ്രിക്കൻ എലഫന്റുകളൊക്കെയാണ്. അല്ല, നമ്മൾ അയാളുടെ മെന്റാലിറ്റിയും അയാൾ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളതും അയാൾ എത്രത്തോളം വർത്തിയായ പേഴ്സൺ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെൺകുട്ടികളെ താഴ്ത്തി പറഞ്ഞതല്ല. പക്ഷെ ദ തിങ് ഈസ്, നിങ്ങൾക്ക് കായികക്ഷമതയുള്ള പണികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഠിച്ച് നല്ല ജോലിയും കാര്യമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ എന്താക്കണം? പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് പഠിക്കൂല, ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കൂല, അവിടെ എങ്ങനെ അമ്മായി വർത്താനം പറഞ്ഞിരിക്കും. ലൈവ് എടുക്കുമ്പോൾ അതിൽ വന്ന് കമൻറ്റ് ഇട്ടിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ പെണ്ണായതുകൊണ്ട് എവിടെയും എത്തിയില്ല, എന്നെ സ്ത്രീ ആയതുകൊണ്ട് എവിടെയും എത്താൻ സമ്മതിച്ചില്ല എന്നോ. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞുതരാം, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്നെ വേഗം കെട്ടിച്ചു സാർ. ഒരു കാര്യം പറഞ്ഞുതരാം, എന്നെ വേഗം കെട്ടിച്ചു സാർ. എടാ, നിങ്ങൾ ഓക്കെ അല്ലാത്ത കല്യാണത്തിന് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലങ്ങ് കൊണ്ടുപോയി തള്ളി കൊടുക്കല? ഇവളങ്ങ് എടുത്തോ പറഞ്ഞൊരു പെട്ടിയിലാക്കി കൊണ്ടുപോയി വെച്ചു കൊടുക്കല? അല്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഒരാളും അങ്ങനെ ചെയ്യൂല. ഏറ്റവും ഇനിയും ഈ നാട്ടിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ സമ്മതിക്കാതെ ലോകത്തൊരാൾക്കും നിങ്ങളെ തളർത്താനും പറ്റൂല, നിങ്ങളെ പേഴ്സിക്യൂട്ട് ചെയ്യാനും പറ്റൂല, നിങ്ങളൊരു കോപ്പും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ കൂടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ലോകത്തൊരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാനും പറ്റൂല. സോ ദ തിങ് ഈസ്, യു ആർ നോട്ട് റെഡി ടു വർക്ക്, യു ആർ നോട്ട് റെഡി ടു സ്റ്റഡി, യു ആർ നോട്ട് റെഡി ടു ടേക്ക് റിസ്ക്സ്, ആൻഡ് ദെൻ ഫൈനലി യു ആർ ബ്ലെയിമിങ് someone else for your faults. It doesn't work. കീപ് ഇൻ യുവർ മൈൻഡ്. ഞാൻ പറഞ്ഞു, ചെക്കന്മാർ തേപ്പിനോ പടവിനോ, നമ്മൾ സ്വർണ്ണക്കടത്തൊക്കെ കണ്ടില്ലേ, സ്വർണം കടത്താനോ കള്ളക്കടത്തിനോ എന്തിനൊക്കെ പോവും. മക്കളെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു തല്ലും. കീപ് ഇൻ മൈൻഡ്. ആയ കാലത്ത് ഇരുന്ന് പഠിച്ചോ. എക്സാമിന് 1 മാസം തികച്ചില്ല.
അതിൻ്റെ ഇടയിലാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചറ നിങ്ങൾ വേറെ സാറുമാരും നിങ്ങളെ ചീത്ത പറയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നോട്ടെ, നിങ്ങൾ എന്നോട് ദേഷ്യം, നിങ്ങൾ എന്ത് വേണമെങ്കിലും വെറുത്തോ. ബട്ട് ദിസ് ഈസ് റിയാലിറ്റി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ 1000 വട്ടം പറയേണ്ടി വരിക എന്നാണ് വലിയ കഷ്ടമാണ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്, പോയിരുന്നു പഠിച്ചോളൂ. ബിസിനസ് ചെയ്യുക, സോറ പറയാം, ബിസിനസ് ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ബിസിനസ് ചെയ്യുന്ന പൈസയും കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് നല്ല എക്സ്പോഷർ വേണം. ആധുനിക കാലത്ത് പഴയ മാതിരിയൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റൂല. ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നല്ല ഐഡിയകൾ വേണം. അതിനൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കണം. കോടികൾ കയ്യിലുണ്ടായിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റില്ല, മാർക്ക് വേണം. എന്താ എൻ്റെ അഭിപ്രായം റിൻഷാദ് പെരിയെ? പൈസ ഉള്ളതുകൊണ്ട് മാത്രം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റൂല. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലേ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബിസിനസ് അനങ്ങിയാളെ പറഞ്ഞ ബിസിനസ്. എന്നാൽ പിന്നെ പഠിപ്പ് ഇപ്പോഴേ നിർത്തിക്കോ, തുടങ്ങിക്കോളൂ ബിസിനസ്. ഓക്കെ, ഗുഡ് നൈറ്റ്.